If 2 moles of isopropyl chloride react with the sodium in the presence of dry ether, which alkane is obtained? ഈ ഒരു റിയാക്ഷൻ്റെ പേര് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വുഡ്സ് റിയാക്ഷനെ പറ്റിയാണ് പറയുന്നത്, ഇല്ലേ? എന്താ വുഡ്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹാലോ ആൽക്കേനുകൾ സോഡിയം മെറ്റലുമായിട്ട് ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടുന്ന് സോഡിയം ഹാലൈഡ് പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ആൽക്കേനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ വുഡ്സ് റിയാക്ഷനിൽ പറയുന്നത്? അപ്പോൾ ജനറൽ റിയാക്ഷനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, RX ഹാലോ ആൽക്കേൻ. എത്ര മോളിക്കൂൾ RX എടുക്കണം? 2 മോളിക്കൂൾ RX എടുക്കണം. 2 സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരുടെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്? ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. 2 സോഡിയം കണ്ടില്ലേ, 2 ഹാലജൻ കണ്ടില്ലേ, ഇവരെന്തായിട്ടങ്ങ് പോയി? 2 NaX സോഡിയം ഹാലൈഡായിട്ടങ്ങ് പോയി. ഈ ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ തമ്മിൽ കൂടിച്ചേരുന്നു. നമുക്കതിൻ്റെ ഫലമായിട്ട് ആരെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു? ഒരു ആൽക്കേനെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. ഇനി ഈ ഒരു റിയാക്ഷൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഹാലോ ആൽക്കേനകത്ത് എത്ര കാർബൺ ആണോ ഉള്ളത് അതിനേക്കാളും കൂടുതൽ കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കേനെ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 2 മോളിക്കൂൾ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടത്? CH3 CH, താഴോട്ടൊരു CH3 Cl. ഇതല്ലേ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിൻ്റെ IUPAC നെയിം നമ്മൾ എന്താ പറയേണ്ടത്? 2-ക്ലോറോപ്രൊപ്പൈൻ, ഇല്ലേ? അപ്പോൾ 2 മോളിക്കൂൾ വേണം. രണ്ടാമത്തെ മോളിക്കൂൾ ഞാൻ വരയ്ക്കാം മക്കളെ. 2 സോഡിയം മെറ്റലുമായിട്ട് കൂടിച്ചേരുന്നു. അപ്പോൾ രണ്ടാമത്തെ മോളിക്കൂൾ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുവാണേ, CH3 CH3. ഓക്കെ, ഇനി ആരുടെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്? ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാവരും നോക്കിക്കേ, 2 ക്ലോറിൻ 2 സോഡിയം എന്തായിട്ടങ്ങ് പോയി? 2 NaCl സോഡിയം ക്ലോറൈഡ് ആയിട്ടങ്ങ് പോയില്ലേടാ. ഇനി ഇവിടെ എന്തോ ഉള്ളത്? CH3 CH, താഴോട്ടൊരു CH3. ഓക്കെ, അപ്പുറത്തെ സൈഡിൽ ഇതുപോലൊരു ഗ്രൂപ്പില്ലേ? അപ്പോൾ CH CH3 താഴോട്ടൊരു CH3. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ ആണേ. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ IUPAC നെയിം നമ്മൾ പറയണ്ടേ? 4 കാർബണുള്ള പേരൻറ്റ് ചെയിൻ, അതിൽ 2ലും 3ലും ഓരോ മീഥൈൽ ഗ്രൂപ്പുകൾ ബ്രാഞ്ചായിട്ട് വന്നിരിക്കുന്നു. നമ്മൾ പേരെന്താ പറയണ്ടേ? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ 2ൽ നമുക്ക് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേനെ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആൻഡ് ഈഥൈൽ ക്ലോറൈഡ് ബോത്ത് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈഥർ, വിച്ച് ആൽക്കേൻ ആർ ഒബ്റ്റൈൻഡ്? ഓക്കെ, വിച്ച് ആൽക്കെയിൻസ് ആർ ഒബ്റ്റൈൻഡ്? അപ്പോൾ നോക്കിക്കോ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് നമ്മൾ നേരത്തെ വരച്ചായിരുന്നു. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് CH3 CH Cl, CH3. ഓക്കെ, ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഈഥൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈഥൈൽ ക്ലോറൈഡ് CH3 CH2 Cl. ഓക്കെ, സോഡിയം മെറ്റലുമായിട്ട് 2 മോളിക്കൂൾ സോഡിയം മെറ്റൽ ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ. ഓക്കെ, എങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ 2 വ്യത്യസ്തമായിട്ടുള്ള ഹാലോ ആൽക്കേനുകൾ എടുത്തു വെച്ചിട്ടാണ് വുഡ്സ് റിയാക്ഷൻ നടത്തുന്നത്, ഇല്ലേ? അപ്പോൾ ഇവിടെ ഉള്ള ഒരു പോസിബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് A ആണെന്നും ഇത് B ആണെന്നും ചിന്തിക്കുക. ഓക്കെ, എങ്കിൽ 2 മോളിക്കൂൾ എകൾക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടക്കാം, 2 മോളിക്കൂൾ ബികൾക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടക്കാം, അല്ലെങ്കിൽ 1 മോളിക്കൂൾ എക്കും ബിക്കും ഇടയിൽ വുഡ്സ് റിയാക്ഷൻ നടക്കാം. ഓക്കെ ആണേ? അപ്പോൾ 2 മോളിക്കൂൾ എക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടന്നാൽ നമുക്ക് എന്തായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? CH3 CH CH3, വീണ്ടും CH CH3 CH3. ഓക്കെ, 2 മോളിക്കൂൾ എക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടന്നാൽ എന്താ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് കിട്ടിയില്ലേ? ഇനി 2 മോളിക്കൂൾ ബിക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടന്നൂടെ? നമുക്ക് 2 മോളിക്കൂൾ ബിക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടന്നാൽ എന്താ കിട്ടും? CH3 CH2 CH2 CH3. ഓക്കെ ആണോ? ഇനി 1 മോളിക്കൂൾ എക്കും 1 മോളിക്കൂൾ ബിക്കും ഇടയിൽ വുഡ്സ് റിയാക്ഷൻ നടന്നൂടെ? അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. CH3 CH CH3, ഇങ്ങോട്ടൊരു CH2 CH3. ഓക്കെ, ഇത് 3ഉമായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ. ഇനി ഓരോ ആളുകളുടെ ആയിട്ട് പേര് പറയാം. ആദ്യത്തെ ആളിൻ്റെ ആദ്യം നമുക്ക് കിട്ടിയ ഇതാണ് പ്രോഡക്റ്റ് 1, ഇത് പ്രോഡക്റ്റ് 2, ഇത് പ്രോഡക്റ്റ് 3 എന്ന് ഇരിക്കട്ടെ. പ്രോഡക്റ്റ് 1ൻ്റെ പേര് നമ്മൾ എന്താ പറയണ്ടേ? 2
3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. പ്രോഡക്റ്റ് 1ൻ്റെ പേര് കിട്ടിയില്ലേ? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. പ്രോഡക്റ്റ് 2ൻ്റെ പേര് നമ്മൾ എന്താ പറയണ്ടേ? പ്രോഡക്റ്റ് 2ൻ്റെ പേര് നോർമൽ ബ്യൂട്ടേൻ. പ്രോഡക്റ്റ് 2ൻ്റെ പേര് നോർമൽ ബ്യൂട്ടേൻ. പ്രോഡക്റ്റ് 3യുടെ പേര് നമ്മൾ എന്താ പറയണ്ടേ? പ്രോഡക്റ്റ് 3യുടെ പേര് നമുക്ക് പറയാം 2-മീഥൈൽ ബ്യൂട്ടേൻ. 2-മീഥൈൽ ബ്യൂട്ടേൻ. അപ്പോൾ നമുക്ക് നമ്മുടെ 3 പ്രോഡക്റ്റുകളുടെയും പേര് വന്നില്ലേ? അപ്പോൾ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ നമുക്ക് കിട്ടും, 2-മീഥൈൽ ബ്യൂട്ടേൻ നമുക്ക് കിട്ടും, നോർമൽ ബ്യൂട്ടേനും നമുക്ക് കിട്ടും. അപ്പോൾ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡും ഈഥൈൽ ക്ലോറൈഡും തമ്മിൽ അവർക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന 3 ആളുകളെയും നമുക്ക് എന്തായിട്ട് കിട്ടുന്നുണ്ട്? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ 1, 2, 3 ഇത് 3ഉം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ 4 ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ശരി ഉത്തരം. സോ ഓപ്ഷൻ 4 ഈസ് അവർ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ഫ്രം സിംഗിൾ ആൽക്കൈൽ ഹാലൈഡ് ബൈ വുഡ്സ് റിയാക്ഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് കോമ്പൗണ്ടിനെയാണ് സിംഗിൾ ആൽക്കൈൽ ഹാലൈഡിനെ വെച്ചുകൊണ്ട് വുഡ്സ് റിയാക്ഷൻ നടത്തിയാൽ കിട്ടാത്തത് എന്നുള്ളതാ ചോദ്യം. മക്കളെ, ഈഥേനയാണെങ്കിൽ 2 മോളിക്യൂള് മീഥൈൽ ഹാലൈഡിനെ എടുത്താൽ, മീഥൈൽ ഹാലൈഡ് ഏതെങ്കിലും മീഥൈൽ ഹാലൈഡ് 2 മോളിക്യൂളിനെ എടുത്താൽ അവർക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈഥേൻ കിട്ടും. ഓക്കെ, ബ്യൂട്ടേനെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചോ. ബ്യൂട്ടേനെയാണ് വേണ്ടതെങ്കിൽ 2 മോളിക്യൂള് ഈഥൈൽ ഹാലൈഡിനെ എടുത്താൽ മതി. 2 മോളിക്യൂൾ ഈഥൈൽ ഹാലൈഡിനെ എടുത്താൽ അവർക്കിടയിൽ വുഡ്സ് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ബ്യൂട്ടേനെയും പ്രോഡക്റ്റായിട്ട് കിട്ടും. ഹെക്സേനെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ 2 മോളിക്യൂൾ നോർമൽ പ്രൊപ്പൈൽ ഹാലൈഡിനെ എടുത്താൽ മതി. 2 മോളിക്യൂൾ നോർമൽ പ്രൊപ്പൈൽ ഹാലൈഡിനെ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഹെക്സേനെയും വുഡ്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. എന്നാൽ ഐസോബ്യൂട്ടേൻ എന്ന് പറയുന്ന ആളിനെയാണ് നമുക്ക് വേണ്ടെങ്കിൽ, ഐസോബ്യൂട്ടേൻ ആരാ? CH3 CH3 താഴോട്ടൊരു CH3. നമുക്ക് 2-മീഥൈൽ പ്രൊപ്പേൻ എന്ന് പറയാം. 2-മീഥൈൽ പ്രൊപ്പേൻ്റെ മറ്റൊരു പേരാണ് എന്താ? ഐസോബ്യൂട്ടേൻ ഇല്ലേ? ഈ ഐസോബ്യൂട്ടേൻ എന്ന് പറയുന്ന ആളിനെയാണ് നമുക്ക് വുഡ്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രോഡക്റ്റ് ആയിട്ട് വേണ്ടതെങ്കിൽ ഒരിക്കലും ഒരു സിംഗിൾ ആൽക്കൈൽ ഹാലൈഡിനെ വെച്ചുകൊണ്ട് പറ്റൂല. പകരം നമുക്ക് എന്താ ചെയ്യാം? ദാ നോക്കിക്കോ, ഞാനിപ്പോൾ CH3 CH3 Cl ഒരു ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനെ എടുക്കുന്നു, അല്ലെങ്കിൽ 2-ക്ലോറോ പ്രൊപ്പേനെ എടുക്കുന്നു. ഇതിനെ ഞാൻ ഇപ്പോൾ 2 മോളിക്യൂൾ സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആരുമായിട്ട്? ഒരു മീഥൈൽ ക്ലോറൈഡുമായിട്ട്. ഓക്കെ ആണേ? എങ്കിൽ മക്കളെ, ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്നറിയാമല്ലോ. ക്ലോറിൻ 2 ക്ലോറിൻ 2 സോഡിയം എന്ത് പുറത്തോട്ട് പോയി? 2 NaCl സോഡിയം ക്ലോറൈഡ് പുറത്തോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 CH താഴോട്ടൊരു CH3. ഇവിടെ ഓക്കെ ആയില്ലേ? അപ്പുറത്തെ ഭാഗത്തൊരു CH3. നമുക്ക് അതിൻ്റെ ഫലമായിട്ട് ആരെ കിട്ടും? ഐസോപ്രൊപ്പേനെ കിട്ടും, ഐസോബ്യൂട്ടേനെ കിട്ടും, അല്ലെങ്കിൽ 2-മീഥൈൽ പ്രൊപ്പേനെ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ഫ്രം സിംഗിൾ ആൽക്കൈൽ ഹാലൈഡ് ബൈ വുഡ്സ് റിയാക്ഷൻ എന്ന. വുഡ്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് ഒരൊറ്റ ആൽക്കൈൽ ഹാലൈഡിനെ എടുത്താൽ താഴെ പറയുന്നതിൽ ആരെ നമുക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അത് നമുക്ക് പറയാം ആരാ? ഐസോബ്യൂട്ടേൻ. ഐസോബ്യൂട്ടേൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, വുഡ്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഈ പറയുന്ന ഐസോപ്രൊപ്പൈൽ ഹാലൈഡിനെയും മീഥൈൽ ഹാലൈഡിനെയും വുഡ്സ് റിയാക്ഷൻ്റെ ഫലമായിട്ട് റിയാക്റ്റന്റുകളായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഐസോബ്യൂട്ടേൻ ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയില്ലേ മക്കളെ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആസിഡ്സ് ക്യാൻ ബി ടേക്കൺ ടു ഒബ്റ്റെയിൻ ഐസോബ്യൂട്ടൈൻ ബൈ ഡീകാർബോക്സിലേഷൻ? മകളെ, ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഡീകാർബോക്സിലേഷൻ എന്ന മെത്തേഡിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താ ഡീകാർബോക്സിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നല്ലേ? റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്നാണ് ഡീകാർബോക്സിലേഷൻ്റെ അർത്ഥം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിതാ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ എടുക്കുന്നു, RCOONA. ഈ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ എടുത്തിട്ട് NaOH സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, എങ്കിൽ ഈ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും കൂടെ ഉള്ളൊരു മിക്സ്ചർ ഉണ്ടല്ലോ, ഈ മിക്സ്ചർ നമ്മളൊരു പേര് വിളിക്കത്തില്ലേ? എന്താ ഇതിൻ്റെ പേര്? സോഡാ ലൈം.
സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും കൂടെയുള്ള ഈ മിക്സ്ചറിനെ വിളിക്കുന്ന പേരെന്തുവാ? സോഡാ ലൈം എന്നല്ലേ. ഇനി മക്കളെ ശ്രദ്ധിച്ചേ, ഈ റിയാക്ഷൻ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതാ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് നോക്കിക്കേ. 2 സോഡിയം, 1 കാർബൺ, 3 ഓക്സിജൻ, ഇത്രയല്ലേ ഉള്ളത്? 2 സോഡിയം Na2, 1 കാർബൺ, C, 3 ഓക്സിജൻ, CO3. ഇത്രയും കാര്യങ്ങൾ എന്തായിട്ടങ്ങ് പോയി? Na2CO3, സോഡിയം കാർബണേറ്റ് ആയിട്ടങ്ങ് പോയി. ഇനി ഇവിടെ ഒരു R ഇല്ലേ? ഇവിടെ ഒരു H ഇല്ലേ? RH ആരെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി? ആൽക്കേനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എടുക്കുന്ന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനേക്കാൾ 1 കാർബൺ കുറവുള്ള ആൽക്കേനുകളെ പ്രിപ്പയർ ചെയ്യാനായിരുന്നു നമ്മൾ ഈ ഡീകാർബോക്സിലേഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക. ഹൗ മെനി ആസിഡ്സ് ക്യാൻ ബി ടേക്കൺ ടു ഒബ്റ്റെയിൻ ഐസോബ്യൂട്ടൈൻ ബൈ ഡീകാർബോക്സിലേഷൻ? അതായത് ഡീകാർബോക്സിലേഷൻ എന്ന മെത്തേഡ് വഴി ഐസോബ്യൂട്ടൈനെ കിട്ടണമെങ്കിൽ, ഐസോബ്യൂട്ടൈൻ ആരാ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു. ഐസോബ്യൂട്ടൈൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? CH3 CH3 CH3. ഇതല്ലേ ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആള്. മക്കളെ, ഈ ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആളിന് ഡീകാർബോക്സിലേഷൻ വഴി പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് നമുക്ക് എത്ര കാർബോക്സിലിക് ആസിഡുകൾ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വ്യത്യസ്ത കാർബോക്സിലിക് ആസിഡുകളെ എടുത്ത് ഡീകാർബോക്സിലേഷൻ നടത്തിയാൽ നമുക്ക് ഐസോബ്യൂട്ടൈനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതാ നോക്കിക്കോണേ, ഞാൻ കാണിച്ചു തരാം. ഒന്നാമതായിട്ട് ഞാൻ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡ് നിങ്ങൾ കണ്ടോ മക്കളെ? CH3 CH3 CH2 COH. ഇതുപോലൊരു കാർബോക്സിലിക് ആസിഡിനെ എടുത്താണ് ഞാൻ ഡീകാർബോക്സിലേഷൻ നടത്തുന്നതെങ്കിൽ അതിന് മുന്നേ ഇയാളുടെ പേര് നമ്മൾ എന്താ പറയണ്ടേ? 3-methyl ബ്യൂട്ടനോയിക് ആസിഡ് എന്നല്ലേ നമ്മൾ പേര് പറയണ്ടേ? 3-methyl ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ് നമ്മൾ ഇയാളുടെ പേര് പറയേണ്ടത്. അപ്പോൾ ഈ 3-methyl ബ്യൂട്ടനോയിക് ആസിഡിനെ എടുത്തിട്ട് നമ്മൾ സോഡാ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ സോഡിയം സാൾട്ടിനെ വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ സോഡാ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇത്രയും കാര്യങ്ങളങ്ങ് പോവും, ഇങ്ങോട്ടേക്ക് ഹൈഡ്രജൻ കടന്നു വരും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3 താഴോട്ടൊരു CH3 ഐസോബ്യൂട്ടേനെ കിട്ടും. അപ്പോൾ ഒരാളായി. ഇനി രണ്ടാമതൊരു പോസിബിലിറ്റി നമുക്ക് നോക്കാം. എന്താ നോക്കിക്കോ എല്ലാവരും. രണ്ടാമതൊരു പോസിബിലിറ്റി എന്ന് പറയാൻ ഞാൻ എന്താ എടുക്കുന്നതെന്ന് നോക്കിക്കോ. CH3 ഇങ്ങോട്ടൊരു COH. ഇതാണ് ഞാൻ രണ്ടാമതായിട്ട് എടുക്കുന്ന കാർബോക്സിലിക് ആസിഡ്. മക്കളെ, ഇയാളുടെ പേര് നമ്മൾ എന്താ പറയണ്ടേ? 2,2-dimethyl പ്രൊപ്പനോയിക് ആസിഡ്. 2,2-dimethyl പ്രൊപ്പനോയിക് ആസിഡ്. ഈ പുള്ളിക്കാരനെ നമ്മളെടുത്ത് സോഡാ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഇത്രയും ഭാഗം അങ്ങ് പോവും, ഇങ്ങോട്ടേക്ക് ഒരു ഹൈഡ്രജൻ കടന്നു വരും. അതിൻ്റെ ഫലമായിട്ട് എന്താ? CH3 നമുക്ക് ആരെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ഐസോബ്യൂട്ടേനെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഡീകാർബോക്സിലേഷൻ എന്ന മെത്തേഡ് വെച്ചുകൊണ്ട് ഐസോബ്യൂട്ടേനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ മറ്റൊരു പോസിബിലിറ്റി ഇല്ല. സോ നമുക്ക് പറയാം, ഈ പറയുന്ന 2 വ്യത്യസ്ത തരം കാർബോക്സിലിക് ആസിഡുകൾ ആരൊക്കെയാ? 3-methyl ബ്യൂട്ടനോയിക് ആസിഡും 2,2-dimethyl പ്രൊപ്പനോയിക് ആസിഡും. ഇവരെ 2 പേരെയും എടുത്ത് ഡീകാർബോക്സിലേഷൻ എന്ന മെത്തേഡ് നടത്തിയാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഐസോബ്യൂട്ടേനെ അല്ലെങ്കിൽ 2-methyl പ്രൊപ്പേനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 2 റിയാക്ഷനും ക്ലിയർ ആണേ? ഓക്കെ ആണേ? സോ മക്കളെ, നമുക്ക് പറയാം നമ്മുടെ ആൻസർ എന്താണ്? 2 ആണ്. 2 വ്യത്യസ്ത തരം കാർബോക്സിലിക് ആസിഡുകളെ എടുത്ത് ഡീകാർബോക്സിലേഷൻ നടത്തിയാൽ നമുക്ക് ആരെ കിട്ടുക? ഐസോബ്യൂട്ടേനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാം. സോ 2 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3-ലുണ്ട്. സോ ഓപ്ഷൻ 3 ആണ് മക്കളെ നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ? ഗിവ് റിയാക്ടിവിറ്റി ഓർഡർ ഫോർ ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ മക്കളെ, വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. നിങ്ങളെല്ലാവരും നോക്കിക്കോ. ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഡീകാർബോക്സിലേഷൻ എന്ന റിയാക്ഷൻ എന്താ? ഡീകാർബോക്സിലേഷൻ എന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് സോഡാ ലൈമുമായിട്ട് കൂടിച്ചേരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? സോഡിയം കാർബണേറ്റ് പുറത്തേക്ക് പോയി നമുക്ക് ആൽക്കേൻ കിട്ടും. ഇതല്ലേ റിയാക്ഷൻ? എങ്കിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ മെക്കാനിസം ഒന്നും നമുക്ക് പഠിക്കാനില്ല. അവിടെ നമുക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ആരാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് കാർബാനയോണിനെയാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ?
ഡീകാർബോക്സിലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആരെയാ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്? കാർബാനയോണിനെയാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. എങ്കിൽ ഇവിടെ ഓരോ പ്രോസസ്സിൻ്റെയും ഫലമായിട്ട് കിട്ടുന്ന കാർബാനയോണുകൾ ആരൊക്കെയാണെന്ന് ഞാൻ എഴുതാം. എന്താ, ഒന്നെന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടന്നാൽ നമുക്ക് കിട്ടുന്ന കാർബാനയോണാണ്. ഓക്കെ, രണ്ടാമത്തെ കാർബോക്സിലിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടന്നാൽ നമുക്ക് കിട്ടുന്ന കാർബാനയോൺ. ഓക്കെ, ഈ കാർബണിൻ്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്. മൂന്നാമത്തെ കാർബോക്സിലിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടന്നാൽ അവിടെ നമുക്ക് കിട്ടുന്ന കാർബാനയോൺ. മക്കളെ, ഇവരുടെ സ്റ്റെബിലിറ്റി, ഫോം ചെയ്യുന്ന കാർബാനയോണുകളുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങളിതാ കണ്ടോ, ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഇയാൾക്കായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ രണ്ടാമത് ഇയാൾ, മൂന്നാമത് ഇയാൾ, ഈ രീതിയിലായിരിക്കും അവരുടെ കാർബാനയോണുകളുടെ സ്റ്റെബിലിറ്റി വരുന്നത്. ഓക്കെ, ഈഥേൻ കാർബാനയോൺ, ഈഥീൻ അല്ലെങ്കിൽ എഥിലീൻ കാർബാനയോൺ, അസറ്റിലീൻ കാർബാനയോൺ, ഇങ്ങനെയാണ് ഈ ആളുകളുടെ പേര് വരുന്നത്. അപ്പോൾ ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറ മക്കളെ, ഫോം ചെയ്യുന്ന കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് ഫോം ചെയ്യും. അതിൻ്റെ അർത്ഥം ആ കാർബോക്സിലിക് ആസിഡ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുമെന്നാണ്. സോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് അസറ്റിലീൻ കാർബാനയോൺ അല്ലേ? അതുകൊണ്ട് തന്നെ ഏറ്റവും റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? 3-ക്കായിരിക്കും. അത് കഴിഞ്ഞാൽ എഥിലീൻ കാർബാനയോൺ, സോ അത് കഴിഞ്ഞ് റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? 2-നായിരിക്കും. അത് കഴിഞ്ഞാൽ ഈഥെയിൻ കാർബാനയോൺ, സോ ഏറ്റവും കുറവ് റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? 1-നായിരിക്കും. 3, 2, 1 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ 2-ൽ കാണാം. സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഓർക്കുക, ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആരാണ്? കാർബാനയോൺ. കാർബാനയോണുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡറാണ് കാണിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അത് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ കനോട്ട് ബി യൂസ്ഡ് ടു ഒബ്റ്റെയിൻ പ്രൊപ്പേൻ ഇൻ ഗുഡ് ഈൽഡ്? മക്കളെ, പ്രൊപ്പേൻ CH3 CH2 CH3. ഓക്കെ, പ്രൊപ്പേൻ എന്ന് പറയുന്ന ആളിനെ ധാരാളമായി പ്രിപ്പയർ ചെയ്യണം. ഗുഡ് ഈൽഡിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണം എങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ച് കൂടാത്ത മെത്തേഡ് ഏത് എന്നാണ് ചോദ്യം. പൊതുവെ ഈ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽക്കേനുകളെ ധാരാളമായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷനാണ്. പക്ഷേ അത് സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കേനുകളുടെ കേസാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ വുഡ്സ് റിയാക്ഷൻ വഴി എനിക്ക് പ്രൊപ്പേൻ കിട്ടണമെങ്കിൽ ഞാൻ ഒരു ഈഥൈൽ ഹാലൈഡിനെയും ഒരു മീഥൈൽ ഹാലൈഡിനെയും തമ്മിലായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. സോഡിയം മെറ്റലുമായിട്ട് ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വ്യത്യസ്ത തരം ആൽക്കൈൽ ഹാലൈഡുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റുകളായിരിക്കും കിട്ടുന്നത്. എനിക്കിതാ ഈഥേനെ കിട്ടും, അതുപോലെ തന്നെ പ്രൊപ്പേനെ കിട്ടും, അതുപോലെ തന്നെ ബ്യൂട്ടേനെയും കിട്ടും. രണ്ട് മോളിക്കൂളും ഈഥൈൽ ഫ്രീ റാഡിക്കൽ കൂടി ചേരുന്നതിൻ്റെ ഫലമായിട്ട് ഈഥൈൻ കിട്ടും. രണ്ട് മോളിക്കൂൾ ഈഥൈൽ ഈഥൈൽ ഹാലൈഡ് കൂടി ചേരുന്നതിൻ്റെ ഫലമായിട്ട് ബ്യൂട്ടേൻ കിട്ടും. ഇവർ രണ്ടുപേരും തമ്മിൽ കൂടി ചേരുന്നതിൻ്റെ ഫലമായിട്ട് പ്രൊപ്പേൻ കിട്ടും. നമുക്ക് ഇവരെ എല്ലാവരെയും കിട്ടും. അതുകൊണ്ട് തന്നെ ഗുഡ് ഈൽഡിൽ പ്രൊപ്പേൻ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. സോ നമുക്ക് കറക്റ്റായിട്ട് പറയാം, വുഡ്സ് റിയാക്ഷൻ ആണ് നമ്മുടെ. ഓക്കെ, ഇനി ഇൻ കേസ് നമ്മുടെ കയ്യിലുള്ളത് ഒരു സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കൈൻ ആണെങ്കിൽ, അതായത് ഒരു ബോണ്ടിന് എക്രോസ് ആയിട്ട് നമുക്ക് ഒരേപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആൽക്കൈൻ ആണെങ്കിൽ, ഒരേപോലുള്ള രണ്ട് ഹാലോ ആൽക്കൈനുകൾ കൂടിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആൽക്കൈനുകളാണെങ്കിൽ അവരെ വലിയ അളവിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വുഡ്സ് റിയാക്ഷൻ ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ പ്രൊപ്പേന് നമുക്ക് കിട്ടണമെങ്കിൽ വുഡ്സ് റിയാക്ഷനകത്ത് രണ്ട് വ്യത്യസ്ത ഹാലോ ആൽക്കൈനുകളെ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തേണ്ടത്. അതുകൊണ്ടാണ് നമുക്കത് പറ്റില്ല എന്ന് പറയുന്നത്. പറ്റില്ല എന്നല്ല, വലിയ അളവിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സെലക്ട് ചെയ്യാറില്ല നമ്മൾ. ഓക്കെ, അടുത്ത ഡീകാർബോക്സിലേഷൻ നമുക്കറിയാലോ. കോറി ഹൗസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാലോ ആൽക്കെയിൻ ലിഥിയം മെറ്റലുമായിട്ട് ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനാണ്. നിലവിലത് സിലബസിൽ ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, കോറി ഹൗസ് റിയാക്ഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ വുഡ്സ് റിയാക്ഷൻ ആണ് നമ്മുടെ ഉത്തരം. വുഡ്സ് റിയാക്ഷൻ ഓപ്ഷൻ 1-ലുണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡീകാർബോക്സിലേഷൻ ഓഫ് ഐസോബ്യൂട്ടറിക് ആസിഡ് ഈൽഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഐസോബ്യൂട്ടറിക് ആസിഡ് ആരാണെന്ന് അറിയണം മക്കളെ. 4 കാർബണുള്ള കാർബോക്സിലിക് ആസിഡാണ്
ഐസോബ്യൂട്ടറിക് ആസിഡ്. പക്ഷെ 4 കാർബണും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടല്ല, ഒരു കാർബൺ ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത്. ഇയാളുടെ പേര് IUPAC നെയിം നമുക്ക് എന്താ പറയാം? 2-methyl പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറയാം ഇല്ലേ? 2-methyl പ്രൊപ്പനോയിക് ആസിഡ്. ഇയാളുടെ കോമൺ നെയിമാണ് ഐസോബ്യൂട്ടറിക് ആസിഡ്. 2-methyl പ്രൊപ്പനോയിക് ആസിഡിൻ്റെ കോമൺ നെയിമാണ് എന്ത്? ഐസോബ്യൂട്ടറിക് ആസിഡ്. ഇയാളെ നമ്മളെടുത്ത് എന്ത് ചെയ്യാൻ പോവുക? ഡീകാർബോക്സിലേഷൻ നടത്താൻ പോവുക. അതാ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മക്കളെ ഇതാ ഇത്രയും സാധനം അങ്ങ് പോവും. ഇങ്ങോട്ട് ഹൈഡ്രജൻ കടന്നു വരും. നമുക്ക് ആരെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും? CH3 CH2 CH3. നോർമൽ പ്രൊപ്പേനയല്ലേ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പേനയല്ലേ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ പ്രൊപ്പേൻ എന്ന് പറയുന്ന ഓപ്ഷൻ 2-ലുണ്ട്. സോ ഡീകാർബോക്സിലേഷൻ ഓഫ് ഐസോബ്യൂട്ടറിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആരെയാ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? പ്രൊപ്പേനയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. When alkyl halide is made to react with the magnesium in the presence of dry ether, alkyl magnesium halide RMgX is formed. To generate RH, the use is made of the reagent. മക്കളെ, ഒരു ആൽക്കൈൽ ഹാലൈഡ് മഗ്നീഷ്യം മെറ്റലുമായിട്ട് ഡ്രൈ ഈഥറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ നമുക്കൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് കിട്ടും. അവരുടെ ജനറൽ ഫോമുല RMgX എന്നാണ്. അവരെ നമ്മൾ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് എന്ന് വിളിക്കും. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിന് ഒരു കോമൺ നെയിം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കോമൺ നെയിമാണെന്ത്? ഗ്രിഗണാർഡ് റിയേജൻറ്റ്. ഇതിൻ്റെ കോമൺ നെയിം എന്തുവാ? ഗ്രിഗണാർഡ് റിയേജൻറ്റ് എന്നാണ്. ഇതറിയാവുന്ന കാര്യമാണല്ലോ. നമുക്ക് എന്താ വേണ്ടേ? ഈ ഗ്രിഗണാർഡ് റിയേജൻറ്റ് RMgXനെ എന്താക്കി മാറ്റണം? RH ആൽക്കേനാക്കി മാറ്റണം. ഗ്രിഗണാർഡ് റിയേജൻറ്റിനെ RMgX എന്ന് പറയുന്ന ഗ്രിഗണാർഡ് റിയേജൻറ്റിനെ എന്താക്കി മാറ്റണം? ആൽക്കേനാക്കി മാറ്റണം. അപ്പോൾ നമ്മളിതാ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ മഗ്നീഷ്യത്തിനെ ഹാലജനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പകരം അങ്ങോട്ടേക്ക് ഒരു ഹൈഡ്രജനെ കൊണ്ടുവന്നാൽ മതി. ആ ഹൈഡ്രജനെ തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈഡ്രജനുള്ള ആരൊക്കെയുണ്ട് ഇവിടെ? RNH2. ഇതിനകത്ത് നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ഇല്ലേ? സോ തീർച്ചയായിട്ടും ഇയാൾക്ക് പറ്റും. ഓക്കെയാണേ. ROH ആൽക്കഹോള് ആദ്യമേ എടുത്താൽ ഒരു പ്രൈമറി അമീനാണെന്നറിയാമല്ലോ. രണ്ടാമത് ROH ആൽക്കഹോളിനെ എടുത്താൽ ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്. സോ ഇയാൾക്കും പറ്റും. മൂന്നാമതായിട്ട് NH3 നൈട്രജന് ചുറ്റും 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇയാൾക്കും അതുപോലെ ഹൈഡ്രജൻ കയ്യിലുള്ളത് കൊണ്ട് ഇവരെ 3 പേരെയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രിഗണാർഡ് റിയേജൻറ്റിനെ ആൽക്കേനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ എനി വൺ ഓഫ് ദി എബോ എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ തന്നിരിക്കുന്ന 3 പേരുടെ കയ്യിലും ഹൈഡ്രജൻ ഉണ്ട്. വെറുതെ അങ്ങ് ഹൈഡ്രജനെ എടുത്താൽ പോരാ. ഈ തന്നിരിക്കുന്ന 3 പേരിലും ഹൈഡ്രജനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും വെച്ചുകൊണ്ട് ഗ്രിഗണാർഡ് റിയേജൻറ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും? ആൽക്കേനാക്കി മാറ്റാൻ പറ്റും. സോ നമ്മുടെ ആൻസർ ഈസ് 4th ഓപ്ഷൻ, എനി വൺ ഓഫ് ദി എബോ. പ്രൈമറി അമീനെ ഉപയോഗിച്ചോ, ആൽക്കഹോളിനെ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ അമോണിയ ഉപയോഗിച്ചോ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രിഗണാർഡ് റിയേജൻറ്റിനെ ആൽക്കേനാക്കി മാറ്റാം എന്ന് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണേ? ഓക്കെ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഗീവ് ആൽക്കേൻ വിത്ത് RMgX? RMgX എന്ന് പറയുന്ന ഗ്രിഗണാർഡ് റിയേജൻറ്റുമായിട്ട് കൂടിച്ചേർന്ന് ആൽക്കേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ കൂട്ടത്തിൽ ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. മക്കളെ, ആദ്യത്തെ ആളാരാ? ഫീനൈൽ ഗ്രൂപ്പിൽ OH. ബെൻസീൻ റിങ്ങിൽ OH വന്നു കഴിഞ്ഞാൽ അയാളുടെ പേരാണ് ഫീനോൾ ഇല്ലേ? രണ്ടാമത്തെ ആളാരാ? C6H6 ബെൻസീൻ. ഓക്കെ. മൂന്നാമത്തെ ആളാരാ? CH3COOH അസറ്റിക് ആസിഡ്. നാലാമത്തെ ആളാരാ? HCl. ഇപ്പോഴാണ് പ്രശ്നം വരുന്നത്. കാര്യം ഈ തന്നിരിക്കുന്ന 4 പേരുടെ കയ്യിൽ എന്തിരിപ്പുണ്ട്? ഹൈഡ്രജൻ ഇരിപ്പുണ്ട്. ബെൻസീനകത്ത് ഹൈഡ്രജൻ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഇതിൽ ആർക്കാണ് ഹൈഡ്രജനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തത്? മക്കളെ, ഫീനോളിന് ഹൈഡ്രജനെ H+ ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റും. അസറ്റിക് ആസിഡിന് ഹൈഡ്രജനെ H+ ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റും. HClന് ഹൈഡ്രജനെ H+ ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റും. പക്ഷേ ബെൻസീനിന് ഒരിക്കലും ഈ കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് H+ ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഗ്രിഗണാർഡ് റിയേജൻറ്റുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഗ്രിഗണാർഡ് റിയേജൻറ്റ് ഈ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കേൻ കിട്ടില്ല. ബാക്കി ആരുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കേൻ കിട്ടും എന്ന് നമുക്ക് പറയാം. അപ്പോൾ മേ ബി ഇങ്ങനെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ റീസണായിട്ട് നമുക്ക് പറയാം ബെൻസീൻ ഡസ് നോട്ട് പോസസ് ആൻ അസിഡിക് ഹൈഡ്രജൻ. അതായത് ബെൻസീന് കയ്യിലിരിക്കുന്ന ഹൈഡ്രജനെ H+ എന്ന രൂപത്തിൽ വിട്ടുകൊടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ കാരണം. അത് കറക്റ്റ്
കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 2 ഉണ്ട്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ റിയേജന്റ് ഇൻ ദ ക്ലെമൻസൺ റിഡക്ഷൻ ഈസ്. ക്ലെമൻസൺ റിഡക്ഷൻ എന്ന റിയാക്ഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? സി ഡബിൾ ബോണ്ട് ഒ എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ്, ഈ കാർബണൈൽ ഗ്രൂപ്പിനെ CH2 എന്ന് പറയുന്ന മെഥിലീൻ ഗ്രൂപ്പാക്കി മാറ്റുന്ന, കാർബണൈൽ ഗ്രൂപ്പിനെ മെഥിലീൻ ഗ്രൂപ്പാക്കി മാറ്റുന്ന 2 പ്രധാനപ്പെട്ട റിയാക്ഷനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ക്ലെമൻസൺ റിഡക്ഷൻ പഠിച്ചിട്ടുണ്ട്, വുൾഫ് കിഷ്ണർ റിഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 2 റിയാക്ഷനുകൾ നമുക്കറിയാം. ക്ലെമൻസൺ റിഡക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? സിങ്ക് അമാൽഗം ഇൻ ദ പ്രസൻസ് ഓഫ് HCl. ഓക്കെ, മെർക്കുറി എന്ന് പറയുന്ന അറിയാമല്ലോ, ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റലാണ് മെർക്കുറി എന്നുള്ള കാര്യം അറിയാമല്ലോ. ഈ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെർക്കുറിയിലോട്ട് മറ്റേതെങ്കിലും മെറ്റലുകൾ കൂടിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ആളുകളെയാണ് നമ്മൾ അമാൽഗം എന്ന് വിളിക്കുന്നത്. അമാൽഗം, ഗമ്മിൻ്റെ GUM എന്ന് എഴുതി വയ്ക്കരുത്, അമാൽഗം. ഓക്കെ, അമാൽഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിങ്ക് അമാൽഗവും HCl-ഉം കൂടെ ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ക്ലെമൻസൺ റിഡക്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണേ. ഇനി വുൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ആരെയായിട്ട് കൊടുക്കുന്നത്? വുൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണെങ്കിൽ NH2 ഹൈഡ്രസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് KOH ആൻഡ് എഥിലീൻ ഗ്ലൈക്കോൾ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഹൈഡ്രസിനെ ആഡ് ചെയ്യും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ എത്തിലീൻ ഗ്ലൈക്കോളിനെ ഇട്ട് കൊടുക്കും ഇല്ലേ? അപ്പോൾ ക്ലെമൻസൺ റിഡക്ഷൻ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാർബണൈൽ കോമ്പൗണ്ടിനെ മെഥിലീൻ കോമ്പൗണ്ട് ആക്കി മാറ്റാൻ, കാർബണൈൽ ഗ്രൂപ്പിനെ മെഥിലീൻ ഗ്രൂപ്പാക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷനുകളാണ് ക്ലെമൻസൺ റിഡക്ഷനും വുൾഫ് കിഷ്ണർ റിഡക്ഷനും. അതിൽ ക്ലെമൻസൺ റിഡക്ഷനിൽ നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? സിങ്ക് അമാൽഗം ഇൻ ദ പ്രസൻസ് ഓഫ് HCl-ന്റെ പ്രസൻസിൽ സിങ്ക് അമാൽഗത്തിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 2 ഉണ്ട് മക്കളെ. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ദ മേജർ പ്രോഡക്റ്റ് ഈസ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഈ റിയാക്ഷൻ്റെ മേജർ പ്രോഡക്റ്റ് ആരാണ്? ഓക്കെ, നമ്മുടെ കയ്യിൽ ഇതുപോലൊരാളിനെ തന്നിട്ടുണ്ട്. ഓക്കെ, മീഥൈൽ സൈക്ലോപെൻറ്റേൻ എന്നൊക്കെ നമുക്ക് ഇയാളുടെ പേര് പറയാം. ഇതിലോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കുന്നു? ബ്രോമിനെ ഇട്ട് കൊടുക്കുന്നു. ആരുടെ പ്രസൻസിൽ? ലൈറ്റിൻ്റെ പ്രസൻസിൽ. ഓക്കെ, ഈ നടക്കാൻ പോകുന്ന റിയാക്ഷൻ്റെ പേര് നമുക്കറിയാം. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹാലജനെ ആഡ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്നല്ലേ വിളിക്കുന്നത്. എന്തുകൊണ്ട് ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുന്ന ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ്. ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇവിടെ നിന്നൊരു ബ്രോമിൻ വന്ന് ഒരു ഹൈഡ്രജനെ വിളിച്ചുകൊണ്ട് എന്തായിട്ടങ്ങ് പോവും? HBr ആയിട്ടങ്ങ് പോവും. എന്നിട്ട് ആ ഹൈഡ്രജൻ ഏത് കാർബണിൽ നിന്നാണോ പോയത് അങ്ങോട്ടേക്ക് ആര് കടന്നു വരും? നമ്മുടെ ബ്രോമിൻ കടന്നു വരും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിതാ ഇവിടെ ഒരു പ്രൈമറി കാർബണിലിരിക്കുന്ന ഹൈഡ്രജനെ കാണാൻ പറ്റും, സെക്കൻഡറി കാർബണിലിരിക്കുന്ന ഹൈഡ്രജനെ കാണാൻ പറ്റും, ടെറിഷ്യറി കാർബണിലിരിക്കുന്ന ഹൈഡ്രജനെയും കാണാൻ പറ്റും. പ്രൈമറി കാർബണിലിരിക്കുന്ന ഹൈഡ്രജനെ കാണാം, സെക്കൻഡറി കാർബണിലിരിക്കുന്ന ഹൈഡ്രജനെ കാണാം, ടെറിഷ്യറി കാർബണിലിരിക്കുന്ന ഹൈഡ്രജനെയും കാണാം. അപ്പോൾ നമ്മളിതാ ഇത്രയും ഓർത്താൽ മതി. സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽ എങ്ങനെയായിരുന്നു? ഫ്രീ റാഡിക്കലുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെയായിരുന്നു മക്കളെ? ഏറ്റവും കൂടുതൽ ടെറിഷ്യറി, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി. അപ്പോൾ ഇവിടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ എവിടുന്ന് ഹൈഡ്രജനെ എടുത്ത് മാറ്റുമ്പോഴാണോ കിട്ടുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് പ്രൈമറി കാർബണാ, ഓക്കെ, ഇത് സെക്കൻഡറി കാർബണാ, ഇത് ടെറിഷ്യറി കാർബണാ. ടെറിഷ്യറി കാർബണാണ് എന്ത് തരുന്നത്? ടെറിഷ്യറി ഫ്രീ റാഡിക്കൽ തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ടെറിഷ്യറി കാർബണിൽ നിന്നായിരിക്കും ഹൈഡ്രജൻ HBr ആയിട്ട് പോകുന്നത്. അടുത്ത ബ്രോമിൻ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തായിരിക്കും പ്രോഡക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. എന്താ നോക്കിക്കോ മക്കളെ. ഈ കാർബണിൽ നിന്നൊരു ഹൈഡ്രജൻ പോകുന്നു, പകരം അങ്ങോട്ടേക്ക് ഒരു ബ്രോമിൻ കടന്നു വരുന്നു. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ സിമ്പിളാണിതാ. ഇവിടെ ഏത് മെക്കാനിസം വഴിയാണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഉത്തരം പറയാവുന്നേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജനേഷൻ. ഹാലജനേഷൻ എന്ന് പറയുന്ന റിയാക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ.
ഹാലജനേഷൻ എന്ന് പറയുന്ന റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കൃത്യമായ ഓർഡർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മക്കളെ, മീഥേൻ തരുന്നത് CH3, ഒരു മീഥൈൽ ഫ്രീ റാഡിക്കലായിരിക്കും. ഈഥേൻ തരുന്നത് ഒരു പ്രൈമറി ഫ്രീ റാഡിക്കലായിരിക്കും. പ്രൊപ്പേനെ എടുത്താൽ ഇവിടെ കിട്ടുന്നത് സെക്കൻഡറി ഫ്രീ റാഡിക്കലും. ഇത് ഐസോബ്യൂട്ടേനാണ് അല്ലെങ്കിൽ 2-മീഥൈൽ പ്രൊപ്പേനാണ്. ഇയാളെ എടുത്താൽ നമുക്കൊരു ടെറിഷറി ഫ്രീ റാഡിക്കലും ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണേ. ഈ പറയുന്ന ആളുകൾ തരുന്ന മീഥേൻ തരുന്ന ഫ്രീ റാഡിക്കൽ CH3, ഈഥേൻ തരുന്ന ഫ്രീ റാഡിക്കൽ CH3 CH2, പ്രൊപ്പേൻ തരുന്ന ഫ്രീ റാഡിക്കൽ CH3 CH CH3, ഐസോബ്യൂട്ടേൻ തരുന്ന ഫ്രീ റാഡിക്കൽ CH3 C CH3 CH3, ഈ നടുക്കിരിക്കുന്ന കാർബണിൽ ഇലക്ട്രോൺ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫ്രീ റാഡിക്കലുകൾ. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രീ റാഡിക്കലുകളുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ അറിയാം. ഏറ്റവും കൂടുതൽ ടെറിഷറി, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി, ഏറ്റവും കുറവാർക്കായിരിക്കും മീഥൈൽ ഫ്രീ റാഡിക്കലുകൾക്കുമായിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഇവരുടെ റിയാക്ടിവിറ്റിയുടെ കറക്റ്റായിട്ടുള്ള ഓർഡർ എങ്ങനെയാണ്? D ആണ് ടെറിഷറി ഫ്രീ റാഡിക്കൽ തരുന്നത്. സോ തീർച്ചയായിട്ടും ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ, എപ്പോഴും അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത്, അപ്പോൾ ടെറിഷറി ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റിയാണ് കൂടുതലെങ്കിൽ അയാളുടെ റിയാക്ടിവിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. സോ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കാ? D. അത് കഴിഞ്ഞ് ആര് വരും? C. അത് കഴിഞ്ഞ് ആര് വരും? B. അത് കഴിഞ്ഞ് ആര് വരും? A. അപ്പോൾ DCAB എന്ന് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 2 ഉണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. ഡയറക്റ്റായിട്ട് തന്നെ അവർ ചോദിച്ചേക്കുക, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നേക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കെയിൻ റിയാക്ട് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാലജൻ ഇൻ ഡാർക്ക്? നമുക്കറിയാം, പൊതുവേ ആൽക്കെയിനുകൾ ഹാലജനുമായിട്ട് ലൈറ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഹാലോ ആൽക്കെയിൻ കിട്ടും, അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ ഇതിലേത് ഹാലജനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതൽ? ഒരു ഡൗട്ടും വേണ്ട, തീർച്ചയായിട്ടും ആർക്കായിരിക്കും? ഫ്ലൂറിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി. ഫ്ലൂറിൻ ഹൈലി റിയാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഡാർക്ക് കണ്ടീഷനിൽ പോലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ഡാർക്ക് കണ്ടീഷനിൽ പോലും റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളാണ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഓപ്ഷൻ 1 സോ മക്കളെ, ഓപ്ഷൻ 1 ഫ്ലൂറിനാണ് നമ്മുടെ ശരി ഉത്തരം. ബാക്കിയുള്ള ഹാലജനുകൾക്ക് റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് വേണം. നമ്മൾ ഫോട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. കാര്യം ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇനി എന്തെന്ന് പറയാറുണ്ട്? ഫോട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. എന്നാൽ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് റിയാക്ട് ചെയ്യാൻ ലൈറ്റിൻ്റെ പ്രസൻസ് വേണോ? ഒരാവശ്യമില്ല. സോ ദേ റിയാക്ട് ഈവൻ ഇൻ ഡാർക്ക് കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓപ്ഷൻ 1 ഫ്ലൂറിനാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് ഈസ് ഫാസ്റ്റസ്റ്റ് ഇൻ ദ റിയാക്ഷൻ ഓഫ് ആൻ ആൽക്കെയിൻ വിത്ത്. നമുക്കറിയാം, ഈ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ 3 സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനിഷ്യേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൊപ്പഗേഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് ടെർമിനേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. ഇതിൽ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ ഈസ് ഫാസ്റ്റസ്റ്റ് ഇൻ ദ റിയാക്ഷൻ ഓഫ് ആൻ ആൽക്കെയിൻ വിത്ത്, ഏറ്റവും പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളുമായിട്ടായിരിക്കും. ഫ്ലൂറിൻ ഫ്രീ റാഡിക്കലിൻ്റെ കേസിലാണെങ്കിൽ ഫ്ലൂറിൻ ഫ്രീ റാഡിക്കൽ ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ഫ്രീ റാഡിക്കലുമായിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ഏറ്റവും ഫാസ്റ്റ്, ഏറ്റവും റിയാക്ടിവിറ്റി. ഫ്ലൂറിൻ ഫ്രീ റാഡിക്കലിനെ ഓപ്ഷൻ 1 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചീഫ് പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ നോർമൽ ബ്യൂട്ടൈൻ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് അറ്റ് 130 ഡിഗ്രി സെൽഷ്യസ്? മക്കളെ, നോർമൽ ബ്യൂട്ടൈൻ CH3 CH2 CH2 CH3
ഇതല്ലേ നോർമൽ ബ്യൂട്ടേൻ. ഇതിലോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കുന്നു? ബ്രോമിനെ ഇട്ട് കൊടുക്കുന്നു. ആരുടെ പ്രസൻസിൽ? 130 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെയാണ്. എങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് ആരാ, ചീഫ് പ്രോഡക്റ്റ് ആരാ എന്നുള്ളതാ ചോദ്യം. ദാ ഇവിടുന്ന് ഒരു ബ്രോമിൻ ഇതിൽ നിന്നൊരു ഹൈഡ്രജനുമായിട്ട് HBr ആയിട്ട് പുറത്തോട്ട് പോകുന്നു. ഏത് കാർബണിൽ നിന്നാണോ ഹൈഡ്രജൻ പോയത് അങ്ങോട്ടേക്ക് രണ്ടാമത്തെ ബ്രോമിൻ കടന്നു വരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ മക്കളെ. ബ്രോമിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ദാ ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ എടുത്ത് മാറ്റാം, എങ്കിൽ നമുക്കൊരു പ്രൈമറി ഫ്രീ റാഡിക്കലിനെ ആയിരിക്കും കിട്ടുന്നത്. ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ എന്ത് കിട്ടും? പ്രൈമറി ഫ്രീ റാഡിക്കൽ കിട്ടും. അല്ലെങ്കിൽ ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ എടുത്ത് മാറ്റാം, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആയിരിക്കും കിട്ടുന്നത്. ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നത് ഏതോ ആ കേസായിരിക്കും നടക്കുന്നത്. നമുക്കറിയാലോ ഫ്രീ റാഡിക്കലിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ടെറിഷറി, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി. അപ്പോൾ ഏറ്റവും കുറവാ പ്രൈമറി, അതിനെക്കാളും കൂടുതലാണ് സെക്കൻഡറി. സോ തീർച്ചയായിട്ടും സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നതിന് വേണ്ടി ഈ രണ്ടാമത്തെ കാർബണിൽ നിന്നായിരിക്കും ഹൈഡ്രജൻ പുറത്തോട്ട് പോകുന്നത്, അങ്ങോട്ടായിരിക്കും ബ്രോമിൻ കടന്നു വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ദാ CH3, CH2, CH3 ദാ ഈ രണ്ടാമത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയതിന് പകരമായിട്ട് ആര് വന്നു? ബ്രോമിൻ വന്നു. നമുക്ക് ആരെയായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? 2 ബ്രോമോ ബ്യൂട്ടേനെ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മക്കളെ 2 ബ്രോമോ ബ്യൂട്ടേൻ എന്തിയെ എന്ന് നമ്മൾ ഇങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്ക് നമുക്ക് ദാ ഓപ്ഷൻ 2 കാണാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഉറപ്പല്ലേ? എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പഠിച്ച അതേ കാര്യത്തിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാ ഹാലജനേഷൻ ഓഫ് ആൽക്കെയിൻസ് ഗീവ് എ മിക്സ്ചർ ഓഫ് മോണോഹാലോ പ്രോഡക്ട്സ്. ദ ഈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോളോസ് ദി ഓർഡർ. വീണ്ടും അതേ ചോദ്യം തന്നെ മക്കളെ വന്നിരിക്കുന്നത്. ആൽക്കേനുകൾക്ക് ഹാലജനേഷൻ നടക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് മോണോഹാലോ പ്രോഡക്റ്റുകൾ, അതായത് ഒരു ഹൈഡ്രജനെ മാറ്റി ഒരു ഹാലജൻ വരുന്ന പ്രോഡക്റ്റുകൾ കിട്ടുന്നു. ദ ഈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, എവിടെയാണ് റിയാക്ടിവിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഏതാണ് പെട്ടെന്ന് നടക്കുന്നത്? ഏറ്റവും പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ഏറ്റവും എളുപ്പം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ടെറിഷറി ഫ്രീ റാഡിക്കൽ കിട്ടുക സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി. ഇത് നമ്മൾ പലവട്ടമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ടെറിഷറി ഹൈഡ്രജനെ എടുത്ത് മാറ്റാനാണ് ഏറ്റവും എളുപ്പം. അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി എന്ന രീതിയിലല്ലേ? അത് കറക്റ്റായിട്ട് ഓപ്ഷൻ 2 പറയുന്നുണ്ടല്ലോ. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാ ബ്രോമിനേഷൻ ഓഫ് ആൻ ആൽക്കെയിൻ ആസ് കമ്പയർഡ് ടു ക്ലോറിനേഷൻ പ്രൊസീഡ്സ്. മക്കളെ ഒരു ആൽക്കേനെ എടുക്കുന്നു, അതിലോട്ട് ക്ലോറിനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് ക്ലോറിനേഷൻ, അതിലോട്ട് ബ്രോമിനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് ബ്രോമിനേഷൻ. ഇതറിയാലോ? ഓക്കെ ആണല്ലോ? എങ്കിൽ അവരുടെ ചോദ്യം ഇതാണ്, ബ്രോമിനേഷൻ ഓഫ് ആൻ ആൽക്കെയിൻ ആസ് കമ്പയർഡ് ടു ക്ലോറിനേഷൻ. അതായത് ക്ലോറിൻ്റെ അഡിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രോമിൻ്റെ അഡിഷൻ, ബ്രോമിനേഷൻ എങ്ങനെയാണ്? സ്ലോ ആണോ ഫാസ്റ്റ് ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ദാ എപ്പോഴും ഓർത്ത് വെച്ചോ, ഹാലജനുകളുടെ വലിപ്പം കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കുറയും. കാര്യം ഇവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോൾ ദാ നമുക്ക് ഇങ്ങനെ പറയാം, ക്ലോറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബ്രോമിൻ. ബ്രോമിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിൻ്റെ റിയാക്ടിവിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. അതുകൊണ്ട് തന്നെ ക്ലോറിനേഷൻ പെട്ടെന്ന് നടക്കും, ബ്രോമിനേഷൻ പതുക്കെ നടക്കൂ. അപ്പോൾ ബ്രോമിനേഷൻ ഓഫ് ആൻ ആൽക്കെയിൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ ആസ് കമ്പയർഡ് ടു ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ നടക്കുന്ന സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രോമിനേഷൻ കുറച്ചുകൂടി പതുക്കെ ആയിരിക്കും നടക്കുന്നതെന്ന് പറയാം. അത് കറക്റ്റായിട്ട് ഓപ്ഷൻ 1 പറയുന്നുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. When a haloalkane with a beta hydrogen is treated with an alcoholic solution of potassium hydroxide, the type of mechanism is. നമുക്കറിയാവുന്ന ഒരു റിയാക്ഷൻ തന്നെ. അതാ ഞാൻ ഒരു എക്സാമ്പിളായിട്ടൊരു ഹാലോ ആൽക്കേനെ എടുക്കുന്നു. ഇപ്പോൾ CH3 CH2 Cl. ഓക്കെ ആണേ മക്കളെ? Cl ക്ലോറിൻ അല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്, അത് വരുന്ന കാർബൺ അല്ലേ ആൽഫ കാർബൺ, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കാർബൺ അല്ലേ ബീറ്റ കാർബൺ. അപ്പോൾ ദാ നമ്മുടെ കയ്യിലുണ്ട് ബീറ്റ കാർബൺ ഉള്ള
ബീറ്റ ഹൈഡ്രജൻ ഉള്ള ഒരു ഹാലോ ആൽക്കെയിൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിലോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കുക? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ ഇട്ട് കൊടുക്കുക. ഈ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടല്ലോ, ആൽക്കഹോളിക് പൊട്ടാഷ്. ആൽക്കഹോളിക് പൊട്ടാഷ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ ഇവൻ അടിച്ച് ഫിറ്റെന്നല്ല. ഇയാളെ നമ്മൾ എഥിലീൻ ഗ്ലൈക്കോൾ പോലെയുള്ള ഏതെങ്കിലും ഒരു ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നു എന്ന അർത്ഥം. ഇനി ഈ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് എന്ത് തരം റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കുന്നതിന് വേണ്ടിയല്ലേ? ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് വെച്ചാൽ എന്താ? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഹൈഡ്രജൻ ഹാലൈഡിനെ റിമൂവ് ചെയ്യാൻ, പുറത്തിറക്കാൻ ആര് സഹായിക്കും? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സഹായിക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ആൽഫ കാർബണിൽ നിന്നൊരു ഹാലജൻ ക്ലോറിനും ബീറ്റ കാർബണിൽ നിന്നൊരു ഹൈഡ്രജനും ചേർന്ന് HCl ആയിട്ട് പുറത്തോട്ട് പോയി. ഈ രണ്ട് കാർബണിനും ഓരോ വാലൻസി ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. നമുക്ക് ആരെ? ആൽക്കീന്, ഈഥീന് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയോ? ഓക്കെ ആണോ? ഇതിപ്പം ഞാൻ എടുത്ത കേസ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഏത് കേസിലായാലും നമുക്ക് ആരെയാ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ജനറലി പറയാൻ നമുക്കൊരു ആൽക്കീനെയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആരാന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് ഈ റിയാക്ഷൻ? എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ് ഇത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇതൊരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഇതെന്താണ്? ഒരു ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താ ബീറ്റ എലിമിനേഷൻ? ഞാൻ നോക്കിക്കേ മക്കളെ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബൺ അല്ലേ ആൽഫ കാർബൺ, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കാർബൺ അല്ലേ ബീറ്റ കാർബൺ. ആൽഫ കാർബണിൽ നിന്ന് ഹാലജൻ പോയി, കാര്യമായി പോയി. അവനല്ലേ ഹാലജനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചത്, അതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഹാലജൻ പോയതിന് നമുക്ക് ഒരു വിഷമവും ഇല്ല. എന്നാൽ തൊട്ടടുത്തിരുന്ന ഒന്നും അറിയാത്തതായി ഈ ബീറ്റ കാർബണിൻ്റെ കയ്യിൽ നിന്ന് ആര് പോയി? ഹൈഡ്രജൻ പോയി. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ആയാൽ അങ്ങനെയുള്ള റിയാക്ഷനുകളെയാണ് നമ്മൾ ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കുന്നത്. മക്കളെ ഓർക്കുക, ഡീഹൈഡ്രോഹാലജനേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ, ഈ പറയുന്ന റിയാക്ഷനുകളെയൊക്കെ എടുത്താൽ ഇവരെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ബീറ്റ എലിമിനേഷൻ റിയാക്ഷനുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ ആണോ? അപ്പോൾ ദാ നോക്കിക്കോ, ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കീൻ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ. ഇത് രണ്ടും കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ 4 ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ മക്കളെ, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബീറ്റ എലിമിനേഷൻ ആണ് നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആൽക്കീനെയാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുക? ഹൈഡ്രജനെ ആഡ് ചെയ്യുക. നിക്കലിൻ്റെ പ്രസൻസിൽ അവിടെ വേറൊരാളെയും കൂടെ കാണാം, ബേരിയം സൾഫേറ്റിനെയും കൂടെ കാണാം. എങ്കിൽ നിങ്ങൾ ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇയാളൊരു കാറ്റലിറ്റിക് പോയിസൺ ആണ്. കാറ്റലിറ്റിക് പോയിസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യുക മക്കളെ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ റിയാക്ഷനിൽ നേരിട്ട് പങ്കെടുക്കാതെ ആ റിയാക്ഷൻ്റെ റേറ്റ്, സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മളെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എ സബ്സ്റ്റൻസ് ദാറ്റ് ആൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഡയറക്ട്ലി ഇൻവോൾവിങ് ഇൻ ഇറ്റ്. ഈ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ അളവിനോ അല്ലെങ്കിൽ അയാളുടെ കെമിക്കൽ സ്വഭാവത്തിനോ യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കത്തില്ല. കാറ്റലിസ്റ്റിന് കെമിക്കലി ചേഞ്ച് ഒന്നും വരത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ അളവ് എത്രയാണോ അത്രയും അളവിൽ തന്നെ അയാൾ റിയാക്ഷൻ കഴിയുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് നമുക്ക് ഇങ്ങനൊരു സെൻറ്റൻസ് ആയിട്ട് ടെക്സ്റ്റുകളിൽ കാണാൻ പറ്റും. എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് എയ്തർ ക്വാളിറ്റേറ്റീവ്ലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. ഈ കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ പ്രൊമോട്ടർ അല്ലെങ്കിൽ ആക്ടിവേറ്റർ എന്ന് വിളിക്കുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ പ്രൊമോട്ടറിന് നമ്മുടെ റിയാക്റ്റൻറ്റുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇവന്മാരെ വന്ന് കാറ്റലിസ്റ്റിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. ആടാ കൊള്ളാടാ, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഇവന്മാരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ കാറ്റലിസ്റ്റ് കുറച്ചുകൂടി ഉത്സാഹത്തോടെ റിയാക്ഷൻ നടത്തും. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കൂട്ടാൻ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതേ കണക്കത്തുള്ള ആളുകൾ കാണാം. നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ആളുകൾ കാണാം.
എങ്കിൽ അതുപോലെ കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതായത് കാറ്റലിസ്റ്റ് ഇങ്ങനെ വന്ന് പാടുപെട്ട് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, നേരെ ഒരുത്തം വന്ന് കാറ്റലിസ്റ്റിൻ്റെ അടുത്ത് പറയുക, നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലടാ, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവന്മാരെല്ലാം വെറും വിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും? പോയിസൺ എന്ന് വിളിക്കും. ഒരു കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോയിസൺ എന്ന് വിളിക്കുന്നത്. ഇയാളെ പറ്റിയും നമ്മൾ അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആൾ ഒരു കാറ്റലിറ്റിക് പോയിസൺ ആണ്. അതായത് അന്തസ്സായിട്ട് കാറ്റലിസ്റ്റ് ഇങ്ങനെ റിയാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക, ഈ ബേരിയം സൾഫേറ്റ് വന്നിട്ട് കാറ്റലിസ്റ്റിൻ്റെ അടുത്ത് പറയും, നീ ഇങ്ങനെ റിയാക്ഷൻ ചെയ്തുകൊണ്ടൊന്നും ഇരിക്കണ്ട, കുറച്ച് സമാധാനമായിട്ടൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ കാറ്റലിസ്റ്റിൻ്റെ കഴിവ് കുറയ്ക്കും. ഓക്കെ ആണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഈ ബേരിയം സൾഫേറ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനേഷൻ നടക്കുന്ന സമയത്ത് ദാ ട്രിപ്പിൾ ബോണ്ടിന് റിഡക്ഷൻ സംഭവിച്ച് ഡബിൾ ബോണ്ടായിട്ട് മാറും. ഫർദർ റിഡക്ഷൻ പിന്നെ നടക്കില്ല. അതായത് ട്രിപ്പിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്ത് ഡബിൾ ബോണ്ട് ആക്കും. ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന പോയിസൺ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടുള്ള ഗുണം. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എവിടെ മാത്രമേ നടക്കത്തുള്ളൂ? എല്ലാ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബണുകളിലും നടക്കില്ല. പകരം ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള സെന്ററുകളിലേ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള സെന്ററുകളിലേ നടക്കത്തുള്ളൂ. ഇവരെന്താ ചെയ്യുന്നത്? വന്ന് ഈ ട്രിപ്പിൾ ബോണ്ടിൽ റിയാക്ഷൻ നടത്തും. ട്രിപ്പിൾ ബോണ്ടിലോട്ട് ഒരു മോളിക്യൂൾ ഹൈഡ്രജനെ ആഡ് ചെയ്ത് ഇതിനെ എന്താക്കി മാറ്റും? ഡബിൾ ബോണ്ടാക്കി മാറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. നമ്മൾ ഇങ്ങനെ പ്രോഡക്റ്റ് എഴുതാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ ഓപ്ഷനുകൾ നോക്കുന്നത്. ഓപ്ഷൻ നോക്കാൻ നേരം ഈ ഡബിൾ ബോണ്ടിന് മാറ്റമൊന്നും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. മക്കളെ, ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ദാ ഇതും ഇതും ഒരേ കണക്കത്തെ ആളുകളാണ്. ഓക്കെ, കെമിക്കലി ഇവർ രണ്ടുപേരും, കെമിക്കലി എന്നല്ല പറയണ്ടേ, സ്ട്രക്ചറൽ ഫോമുല വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരേ ആളുകളാണ്. ഇവരിലാകെ വരുന്ന വ്യത്യാസം അവരുടെ സ്പേഷ്യൽ ഓറിയൻറ്റേഷനിൽ മാത്രമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സിസ് ആൽക്കീൻ എന്നും ഇതിനെ നമുക്കൊരു ട്രാൻസ് ആൽക്കീൻ എന്നും വിളിക്കാം. അതായത് ഒരേപോലുള്ള ആളുകൾ ഒരേ സൈഡിലിരിക്കുന്ന ആൽക്കീനാണ് സിസ് ആൽക്കീൻ, ഒരേപോലുള്ള ആളുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആൽക്കീനാണ് ട്രാൻസ് ആൽക്കീൻ. മക്കളെ, സിസ് ആൽക്കീനെ കിട്ടുന്നത് സിൻ അഡിഷൻ്റെ ഭാഗമായിട്ടാണ്. ട്രാൻസ് ആൽക്കീനെ കിട്ടുന്നത് ആൻറ്റി അഡിഷൻ്റെ ഭാഗമായിട്ടാണ്. സിസ് ആൽക്കീനുകളെ കിട്ടുന്നത് സിൻ അഡിഷൻ്റെ ഭാഗമായിട്ടും ട്രാൻസ് ആൽക്കീനുകളെ കിട്ടുന്നത് ആൻറ്റി അഡിഷൻ്റെ ഭാഗമായിട്ടുമാണ്. എങ്കിൽ ഈ ഹൈഡ്രജനേഷൻ നടക്കത്തില്ലേ, ഇവിടെ എപ്പോഴും നടക്കുന്നത് സിൻ അഡിഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കുക. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എപ്പോഴും ഒരു സിസ് ആൽക്കീനെ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിസ് ആൽക്കീൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. ദാ ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട് ആകുന്ന സമയത്ത് ഒരേ സൈഡിലായിരിക്കും ഈ രണ്ട് ഹൈഡ്രജനുകളും കടന്നു വരുന്നത്. ഇതിനെയാണ് സിൻ അഡിഷൻ എന്ന് വിളിക്കുന്നത്. സിൻ അഡിഷൻ്റെ ഫലമായിട്ട് സിസ് ആൽക്കീനെ ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മക്കളെ, സിസ് ആൽക്കീൻ ഓപ്ഷൻ 1 സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ കാര്യം കറക്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മക്കളെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൊള്ളാം, നല്ല ചോദ്യം. ദാ നമ്മൾ വീണ്ടും ഒരു ആൽക്കൈനെ എടുക്കുന്നു. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH3. ഇതുപോലെ ഒരു ആൽക്കൈനെ നമ്മൾ എടുത്തിട്ട് ഇതാ റിഡക്ഷൻ നടത്തുക. ആരുടെ പ്രസൻസിൽ? സോഡിയത്തിൻ്റെയും ലിക്വിഡ് അമോണിയയുടെയും പ്രസൻസിൽ. ഓക്കെ, നമ്മൾ ഈ റിഡക്ഷനെ നമ്മൾ ബിർച്ച് റിഡക്ഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആ പേരൊന്നും നമ്മൾ പഠിക്കണ്ട, അതൊന്നും ഇപ്പോൾ ഇല്ല. ബിർച്ച് റിഡക്ഷൻ എന്നാണ് നമ്മൾ ഈ റിഡക്ഷനെ വിളിക്കുന്നത് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ആ പേരൊന്നും നിങ്ങൾ ആരും പഠിച്ചു വയ്ക്കണമെന്നില്ല. ഈ ബിർച്ച് റിഡക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതാ ഓർത്ത് വെച്ചോ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ സിൻ അഡിഷൻ്റെ കേസിൽ തന്നുകൊണ്ട് ഞാൻ ആൻറ്റി അഡിഷൻ്റെ കേസിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആവും, ഡബിൾ ബോണ്ട് ആവും. ഓക്കെ ആണേ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടായി. മക്കളെ, ഈ ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബണുകൾ ഇനി ഫർദർ റിഡക്ഷൻ നടന്ന് ഇതൊരിക്കലും സിംഗിൾ ബോണ്ട് ആകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് ആളുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർക്കുക, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ആൻറ്റി അഡിഷൻ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജനുകൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ട് നമുക്കൊരു ട്രാൻസ് ആൽക്കീനെ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. എന്തായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ട്രാൻസ് ആൽക്കീനെ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ട്രാൻസ് ആൽക്കീൻ ഓപ്ഷൻ 2 സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സിൻ അഡിഷനും ആൻറ്റി അഡിഷനും സിസ് ആൽക്കീനെയും കിട്ടും, ട്രാൻസ് ആൽക്കീനെയും കിട്ടും. ആ കാര്യം പറയുന്നതിന് വേണ്ടി ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ.
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും അഥവാ നിങ്ങളിത് കാണുവാണെങ്കിൽ ഇത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളായിട്ട് പോകരുത്. അതിന് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണേ മക്കളെ? നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളൊരാളിനെ എടുക്കുന്നു, 6 കാർബൺ ഉണ്ട്, സൈക്ലിക്കായിട്ടൊക്കെ ഇരിക്കുവാണ്, അതിനകത്തൊരു OH ഉണ്ട്. ഇവിടെ കോഞ്ചുഗേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഇതിൻ്റെ പേര് ഫീനോൾ എന്നൊന്നും ആരും പറഞ്ഞ് കളയരുത്. ഇതിൻ്റെ പേര് സൈക്ലോ ഹെക്സനോൾ എന്നാണ്. ഇതിൻ്റെ പേരെന്താ? സൈക്ലോ ഹെക്സനോൾ. ഇതിലോട്ട് ഇതിനെ ഒരു ആസിഡ് മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യും. മറ്റ് റിയേജൻറ്റുകളൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആസിഡ് മീഡിയത്തിൽ നടക്കുന്നത് ഡീഹൈഡ്രേഷൻ ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, എങ്കിൽ ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു മോളിക്കൂള് വാട്ടർ പുറത്തേക്ക് പോകുന്നു, ഇതല്ലേ ഡീഹൈഡ്രേഷൻ? അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ കാർബൺ, ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആൽഫ കാർബൺ, തൊട്ടടുത്തിരിക്കുന്ന കാർബൺ ബീറ്റ കാർബൺ. ഇയാളെ ബീറ്റ കാർബൺ ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെ. ഇവിടുന്ന് ഒരു OHും ഇവിടുന്ന് ഒരു Hും പുറത്തോട്ട് പോയിട്ട് നമുക്ക് ആരെയാ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? നമുക്ക് ഈ 2 കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് വരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു സൈക്ലോ ഹെക്സീനെ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നിന്ന് ഒരു മോളിക്കൂൾ വാട്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്, വാട്ടർ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സൈക്ലോ ഹെക്സീനെ നമുക്ക് ഓപ്ഷൻ 1 കാണാം മക്കളെ. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, നമ്മൾ ഒരു റിയാക്റ്റൻറ്റിനെ എടുത്തിട്ടുണ്ട്. CH3 CH CH CH3. ഇതിൽ നിന്നൊരു CH3 താഴോട്ട്, ഇവിടെ നിന്നൊരു ക്ലോറിൻ താഴോട്ട്. ഓക്കെ ആണേ? ഇതാണ് നമ്മുടെ ആൾ. ഈ ആളിലോട്ട് നമ്മൾ ആരെ ഇട്ട് കൊടുക്കുക? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ ഇട്ട് കൊടുക്കുന്നു. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇട്ട് കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ? ഡീഹൈഡ്രോ ഹാലജനേഷനാണ് നടക്കുന്നത്, അതായത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ ഹാലൈഡ് പുറത്തോട്ട് പോകും. അപ്പോഴാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏത് കാർബൺ, ആൽഫ കാർബണിൽ നിന്നൊരു ഹൈഡ്രജൻ പോകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. എന്നാൽ ബീറ്റ കാർബണിൽ നിന്നാണ് ആൽഫ കാർബണിൽ നിന്ന് ഹാലജൻ ക്ലോറിൻ പോകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. ബീറ്റ കാർബണിൽ നിന്നാണ് ഹൈഡ്രജൻ പുറത്തോട്ട് പോകുന്നത്. മക്കളെ, ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ 2 ബീറ്റ കാർബൺ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആരാന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന റൂളുണ്ട്. റൂളിൻ്റെ പേരെല്ലാവരും ഓർക്കുന്നുണ്ടോ? സെയ്റ്റ്സഫ് റൂള്. എന്താ സെയ്റ്റ്സഫ് റൂളിൽ പറയുന്നത്? ഡീഹൈഡ്രോ ഹാലജനേഷൻ്റെ ഫലമായിട്ട് ഒന്നിലധികം ആൽക്കീനുകളെ കിട്ടുന്ന സാധ്യതയുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്നത് ഏത് ആൽക്കീനാണോ അതായിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഓക്കെയാണേ? ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒന്നിലധികം ആൽക്കീനുകളെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺ ഏറ്റവും കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന മേജർ പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സെയ്റ്റ്സഫ് റൂളിൻ്റെ ഫലമായിട്ട് ഇത് ആൽഫ ഹൈഡ്രജൻ, ഇത് ബീറ്റ ഹൈഡ്രജൻ. ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. CH. അവിടെ നിന്ന് ഹൈഡ്രജൻ പോയില്ലേ, പിന്നെ CH എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, CH3 താഴോട്ട്, ഡബിൾ ബോണ്ട്, ഇവിടെ നിന്നൊരു ഹാലജൻ പോയി, CH മാത്രം ബാക്കിയായി, CH3. ഇതല്ലേ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. മക്കളെ, ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്താ പറയണ്ടേ? 2-മീഥൈൽ ബ്യൂട്ടറ്റൂയീൻ. 2-മീഥൈൽ ബ്യൂട്ടറ്റൂയീനെ ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 2-മീഥൈൽ ബ്യൂട്ടറ്റൂയീനെ നമ്മളിങ്ങനെ തപ്പിപ്പോയപ്പോൾ നമുക്കത് ഓപ്ഷൻ 3 കാണാൻ പറ്റുന്നുണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന റൂളിൻ്റെ പേരെന്താ? സെയ്റ്റ്സഫ് റൂൾ. സെയ്റ്റ്സഫ് റൂൾ എന്താണെന്ന് ഞാൻ 2 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സെയ്റ്റ്സഫ് റൂളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2-മീഥൈൽ ബ്യൂട്ടറ്റൂയീനെ ആയിരിക്കും മേജർ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. മക്കളെ, ഇയാളെയും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാതൊന്നും ഇരിക്കത്തില്ല, കിട്ടും, പക്ഷേ അളവിൽ കുറവാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളിൽ നമ്മൾ എപ്പോഴും അവിടുത്തെ മേജർ പ്രോഡക്റ്റ് ആരാണ് എന്നുള്ള കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മേജർ പ്രോഡക്റ്റ് മാത്രം എഴുതിയത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ളൊരു റിയാക്ഷനാണ്. നമ്മുടെ കയ്യിലൊരു റിയാക്റ്റൻ്റ് തന്നിട്ടുണ്ട്. CH3 CH CH CH3. ഇങ്ങോട്ടൊരു ബ്രോമിൻ, ഇങ്ങോട്ടൊരു ബ്രോമിൻ. മക്കളെ, ഇതിൻ്റെ പേര് നമുക്ക് എന്താ പറയാം? 2,3 ഡൈബ്രോമോ ബ്യൂട്ടേൻ എന്ന് പറയാമല്ലോ. 2,3 ഡൈബ്രോമോ ബ്യൂട്ടേൻ എന്ന് നമുക്ക് പേര് പറയാം. ഇതൊരു വിസിനൽ ഡൈഹാലൈഡാണ്.
എന്താണ്? വിസിനൽ ഡൈഹാലൈഡ് ആണ്. അപ്പം നമുക്കറിയാം ആരാ വിസിനൽ ഡൈഹാലൈഡ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള 2 കാർബണിൽ 2 ഹാലജൻ വന്നാൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്? വിസിനൽ ഡൈഹാലൈഡ് എന്ന്. നമ്മൾ ഈ തന്നിരിക്കുന്ന വിസിനൽ ഡൈഹാലൈഡിനെ എടുത്ത് സിങ്ക് മെറ്റലുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വിസിനൽ ഡൈഹാലൈഡിനെ സിങ്ക് മെറ്റലുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിങ്ക് വന്ന് 2 ബ്രോമിനെ വിളിച്ചുകൊണ്ട് എന്തായിട്ടങ്ങ് പോവും? ZnBr2 സിങ്ക് ബ്രോമൈഡ് ആയിട്ടങ്ങ് പോവും. ഈ കാർബണിലൊരു വാലൻസി ഫ്രീ ആയി, ഈ കാർബണിലൊരു വാലൻസി ഫ്രീ ആയി. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. നമുക്കത് ആ CH3 CH ഡബിൾ ബോണ്ട് CH3 ആരെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി? ബ്യൂട്ട് 2E പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ ആണോ? നമുക്ക് ആരെയാ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ബ്യൂട്ട് 2E. മക്കളെ നമ്മൾ ഓപ്ഷൻ നോക്കാൻ നേരം ഓപ്ഷൻ 2ൽ ഇതാ നമുക്ക് ബ്യൂട്ട് 2E കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഇവിടെ നടന്ന പ്രോസസ്സിൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാം ഡീഹാലജനേഷൻ. റിമൂവൽ ഓഫ് ഹാലജൻ അല്ലേ? റിമൂവൽ ഓഫ് ഹാലജനെ വിളിക്കുന്ന പേരല്ലേ ഡീഹാലജനേഷൻ. സോ ഡീഹാലജനേഷൻ എന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആൽക്കീനെ ബ്യൂട്ട് 2E പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ബ്യൂട്ട് 2E ഓപ്ഷൻ 2ലുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ CH2 ഡബിൾ ബോണ്ട് CH2 ഒരു ആൽക്കീൻ. ഇതിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ബ്രോമിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? നമുക്കതിൻ്റെ ഫലമായിട്ട് എന്ത് കിട്ടി? CH2 ഒരു ബ്രോമിൻ ഇങ്ങോട്ട്, ഒരു ബ്രോമിൻ ഇങ്ങോട്ട്. അതായത് ഡബിൾ ബോണ്ട് ബ്രേക്കായി സിംഗിൾ ബോണ്ടായി. അങ്ങോട്ടേക്ക് 2 കാർബണിലോട്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആര് കടന്നു വന്നു? ഓരോ ഹാലജൻ ആറ്റങ്ങൾ കടന്നു വന്നു. നമുക്കിത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയേ. ഈ റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എന്ത് തരം റിയാക്ഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഇതാ ഒരു ഡൗട്ടും വേണ്ട. ഇത് എന്ത് തരം റിയാക്ഷനാ? ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനാണ്. ഇങ്ങോട്ടേക്ക് ആരെയാണ് ആഡ് ചെയ്യുന്നത്? ഒരു ഇലക്ട്രോഫൈലിനെ ആഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. മക്കളെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഓപ്ഷൻ 1ലുണ്ട്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദാ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഷോ റീഅറേഞ്ച്മെൻറ്റ്? താഴെ തന്നിരിക്കുന്ന ആളുകളിൽ റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കാത്തത് ആർക്കാണ്? നമുക്ക് നോക്കാം ആർക്കാണ് റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കാത്തത് നമുക്കറിയണമല്ലോ. ഇതാ CH3 CH3 മക്കൾ ഒരു കാർബോകാറ്റയോണിനെ തന്നിട്ടുണ്ട്. ഈ കാർബോകാറ്റയോൺ ഒരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. സോ തീർച്ചയായിട്ടും ഇയാൾക്ക് റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ച് മറ്റൊരു രൂപത്തിലോട്ട് മാറാൻ പറ്റും. കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൂടിയ മറ്റൊരു രൂപത്തിലോട്ട് മാറാൻ പറ്റും. ഇയാളിതാ പ്രോട്ടോൺ ട്രാൻസ്ഫർ മൂലം ഇയാൾക്ക് എന്തായിട്ട് മാറാൻ പറ്റും? ഒരു ടെറിഷറി കാർബോകാറ്റയോൺ ആയിട്ട് മാറാൻ പറ്റും. സോ ഇയാൾക്ക് എന്ത് നടക്കും? റീഅറേഞ്ച്മെൻറ്റ് നടക്കും. രണ്ടാമത്തെ ആളിനെ നോക്കുവാണെങ്കിലോ CH3 CH2 CH3 പോസിറ്റീവ് ചാർജ്. മക്കളെ ഇയാൾക്ക് റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ചാൽ ഇത് ഇങ്ങോട്ട് എന്തായാലും ഈ സെക്കൻഡറി ആയിട്ടുള്ള ആൾ പ്രൈമറി ആയിട്ട് മാറത്തില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. സോ നമുക്ക് പറയാം ഇയാൾക്ക് എന്ത് നടക്കില്ല? റീഅറേഞ്ച്മെൻറ്റ് നടക്കില്ല. നോ റീഅറേഞ്ച്മെൻറ്റ്. നിലവിൽ ഇതൊരു സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ്. ഒരിക്കലും ഈ സെക്കൻഡറി ഫ്രീ റാഡിക്കൽ റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ച ഒരു പ്രൈമറി ഫ്രീ റാഡിക്കലായിട്ട് മാറില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഇയാൾക്ക് റീഅറേഞ്ച്മെൻറ്റ് നടക്കില്ല. മക്കളെ അടുത്ത് നോക്കാം. എന്താ CH3 CH പ്ലസ് CH2. ഓക്കെ, ഇയാൾക്ക് തീർച്ചയായിട്ടും റീഅറേഞ്ച്മെൻറ്റ് നടക്കും. കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള രൂപത്തിലോട്ട് ഇയാൾക്ക് മാറാൻ പറ്റും. എങ്ങനെയാ? ഒരു ബെൻസൈലിക് ഫ്രീ റാഡിക്കലായിട്ട് മാറാനുള്ള കഴിവ് ഇയാൾക്കുണ്ട്. സോ തീർച്ചയായിട്ടും ഇയാൾക്ക് റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അടുത്ത നോക്കിക്കേ. ഇത് നിലവിൽ എന്താണ്? ഒരു സെക്കൻഡറി സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇയാൾക്ക് റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ച കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂടിയ സെക്കൻഡറി ആണ് നിലവിലിപ്പോൾ. കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂടിയ ടെറിഷറി എന്തായിട്ട് മാറാൻ? ടെറിഷറി കാർബോകാറ്റയോൺ ആയിട്ട് മാറാൻ ഇയാൾക്ക് പറ്റും ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും റീഅറേഞ്ച്മെൻ്റ് ഒക്കെ സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയാ? കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉള്ള രൂപത്തിലോട്ട് മാറാൻ വേണ്ടിയാ. ദാ ആദ്യത്തെ കേസിൽ ഇതെന്തായിരുന്നു? ഒരു പ്രൈമറി കാർബോകാറ്റയോൺ ആയിരുന്നു. റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ച ഇയാൾ എന്തായിട്ട് മാറി? ടെറിഷറി കാർബോകാറ്റയോൺ ആയിട്ട് മാറി. സോ അത് സ്റ്റേബിളാണ്.
ഓക്കെ, രണ്ടാമത്തെ കേസിൽ സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ് നമ്മുടെ കയ്യിലുള്ളത്. റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ച് ഒരിക്കലും ഇയാൾ പ്രൈമറി ആയിട്ട് മാറത്തില്ല. സോ നമുക്ക് പറയാം നോ റീഅറേഞ്ച്മെൻറ്റ്. ഇവിടെയും നമ്മുടെ കയ്യിൽ സെക്കൻഡറി ആയിരുന്നു ഉള്ളത്. ഇപ്പോൾ നിലവിൽ അത് എന്തായിട്ട് മാറി? ബെൻസൈലിക് കാർബോകാറ്റയോൺ ആയിട്ട് മാറി. ബെൻസൈലിക് കാർബോകാറ്റയോണിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. സോ അതിന് റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കുക. ഇതാ ഇവിടെ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആയിരുന്നു, അയാൾ റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ച് ടെറിഷറി ആയിട്ട് മാറി. സോ ഈ പറഞ്ഞ 1 എന്ന് പറയുന്ന ഓപ്ഷനിലും 3 എന്ന് പറയുന്ന ഓപ്ഷനിലും 4 എന്ന് പറയുന്ന ഓപ്ഷനിലും ഈ 4 ഓപ്ഷനിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? റീഅറേഞ്ച്മെൻറ്റ് കാണാൻ പറ്റും. സോ റീഅറേഞ്ച്മെൻറ്റ് നടക്കാത്തത് ആർക്ക്? ഓപ്ഷൻ 2-നാണ്. ഓപ്ഷൻ 2-ൽ റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കില്ല. അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. സോ ഓപ്ഷൻ 2 ഈസ് അവർ ആൻസർ. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻ്റർമീഡിയറ്റ് ഇൻ ദ ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഈസ്. ഒരു ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ആരാണ്? മക്കളെ, നമ്മുടെ കയ്യിൽ ഇതാ ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. അതിലോട്ട് ഞാനൊരു ഇലക്ട്രോഫൈലിനെ ഇട്ട് കൊടുക്കുന്നു. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്ത് ചാർജുള്ള ആളാണ്? പോസിറ്റീവ് ചാർജുള്ള ആളല്ലേ? സോ തീർച്ചയായിട്ടും ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഡബിൾ ബോണ്ടിലിരിക്കുന്ന ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു കാർബണിൻ്റെ പുറത്തോട്ട് പോവും. ആ ഇലക്ട്രോൺ കിട്ടിയ കാർബണിന് നെഗറ്റീവ്, മറ്റേ കാർബണിന് പോസിറ്റീവ്. ഓക്കെ ആണേ? ഈ നെഗറ്റീവ് ചാർജുള്ള കാർബണിലോട്ട് നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യും. മറ്റേ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കാണും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ അടങ്ങിയ ആൾ നമ്മളൊരു പേര് വിളിക്കത്തില്ലേ? എന്തെന്നാണ് വിളിക്കുന്നത്? കാർബോകാറ്റയോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ആരാ? കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ ഓപ്ഷൻ 1-ലുണ്ട്. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നോക്കിക്കോ. നമ്മുടെ കയ്യിൽ ഒരാളിനെ തന്നിട്ടുണ്ട്. ഇതാണേ നമ്മുടെ ആള്. ഈ തന്നിരിക്കുന്ന ആളിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ഹൈഡ്രജൻ അയഡൈഡിനെ ആഡ് ചെയ്യുന്നു. ഹൈഡ്രോ ഹാലജനേഷൻ, അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഈ ഒരു റിയാക്ഷൻ കാണുമ്പോഴേ നമ്മളൊരു റൂള് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരും. എന്താ റൂളിൻ്റെ പേര്? മാർക്കോനിക്കോ റൂള്. എന്താ മാർക്കോനിക്കോസ് റൂളിൽ പറയുന്നത്? ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലോട്ട് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്താൽ ഹാലജൻ, കുറവ് ഹൈഡ്രജനുള്ള കാർബൺ ആറ്റത്തിലോട്ട് പോകും. ഓക്കെ ആണേ? ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലോട്ട് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്താൽ ഹാലജൻ എങ്ങോട്ട് പോകും? കുറവ് ഹൈഡ്രജനുള്ള കാർബൺ ആറ്റത്തിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നോക്കാൻ നേരം എന്താ, ഇവിടെ ഈ കാർബണിനും ഇടയിലാണ് ഡബിൾ ബോണ്ട്. ഓക്കെ ആണേ? മക്കളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ കാർബണിൽ ഇനിയും ഒരു ഹൈഡ്രജൻ ബാക്കിയുണ്ട്. ഈ കാർബണിൽ ഹൈഡ്രജൻ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഹാലജൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്ത കുറവ് ഹൈഡ്രജൻ ഉള്ളതാ ഈ ടെറിഷറി കാർബണിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് എഴുതാൻ നോക്കിക്കോ. ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായി സിംഗിൾ ബോണ്ടായി. 2 കാർബണിന് ഓരോ വാലൻസി ഫ്രീ ആയിട്ട് കിട്ടി. അതിൽ ശ്രദ്ധിക്കുക, 2 കാർബണിന് ഓരോ വാലൻസി ഫ്രീ ആയിട്ട് കിട്ടിയതിൽ ഹാലജൻ എങ്ങോട്ട് പോവും? കുറവ് ഹൈഡ്രജനുള്ള ഈ കാർബണിലോട്ടും പോവും. ഹൈഡ്രജൻ ഈ കാർബണിലോട്ടും വരും. ഓക്കെ ആണോ? ഇതല്ലേ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കാണിക്കുന്ന ഏത് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്ക് മക്കളെ. ഏതാ? ഓപ്ഷൻ 1 നോക്കിക്കേ. ഓപ്ഷൻ 1-ൽ നമുക്ക് കണ്ടുകൂടെ? സോ മേജർ പ്രോഡക്റ്റ് ആരാണ്? ഓപ്ഷൻ 1 ആണ് നമ്മളെ മേജർ പ്രോഡക്റ്റ്. ഇത് തീരുമാനിക്കുന്ന റൂളിൻ്റെ പേരെന്താ? മാർക്കോനിക്കോ റൂള്. എങ്കിൽ മാർക്കോനിക്കോ റൂളിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൻറ്റി മാർക്കോനിക്കോ റൂളിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇല്ലേ? ഹൈഡ്രജൻ ബ്രോമൈഡിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ റൂള് തിരിച്ചു പറയണം. ഇതിനെയല്ലേ ആൻറ്റി മാർക്കോനിക്കോ റൂള് അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഖറാഷ് എഫക്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മുടെ ശരി ഉത്തരം ആരാണ്? ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആണോ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. ബെൻസീൻ റിങ്ങിൽ CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് COOH. ഇതിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ബ്രോമിനെ ആഡ് ചെയ്യുന്നു. നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടി. ആ പ്രോഡക്റ്റിനകത്തുള്ള sp3 കാർബണുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് അങ്ങ് എഴുതാം. എങ്ങനെയാ? ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും, സിംഗിൾ ബോണ്ട് ആവും. 2 കാർബണിന് ഓരോ വാലൻസി ഫ്രീ ആയിട്ട് കിട്ടും. ആ വാലൻസിയിലോട്ട് ആര് കടന്നു വരും? നമ്മുടെ ബ്രോമിൻ ആറ്റങ്ങൾ കടന്നു വരും. ഇവിടെ ഒരു ബ്രോമിൻ, ഇവിടെ ഒരു ബ്രോമിൻ. ഓക്കെ, 2 ബ്രോമിൻ ആറ്റം കടന്നു വന്നേ. ഇനി
നമുക്ക് ഈ കിട്ടുന്ന പ്രോഡക്റ്റ് എക്കകത്തുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ മക്കളെ നമുക്ക് നോക്കാം. അതായത് ബെൻസീൻ റിങ്ങിൽ ഒരു കാർബൺ ഉണ്ട്. നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ ഇരിക്കുന്ന എല്ലാ കാർബണും sp3 ആണ്. അതുകൊണ്ട് ഇവനെ കൂട്ടേണ്ട ആവശ്യമില്ല. സോറി sp2 ആണ്. അതുകൊണ്ട് ഇവനെ കൂട്ടേണ്ട ആവശ്യമില്ല. COOHൻ്റെ സ്ട്രക്ചർ എന്തുവാ? C ഡബിൾ ബോണ്ട് OH. ഡബിൾ ബോണ്ടിൽ പങ്കെടുക്കുന്ന കാർബൺ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ എന്ത് തന്നെ? sp2 തന്നെ. ഈ കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ടാണ്, ഈ കാർബണിന് ചുറ്റും സിംഗിൾ ബോണ്ടാണ്. അതുകൊണ്ട് ഇവന്മാർ രണ്ടും എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുകളായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇതിനകത്തുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുകളുടെ എണ്ണം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുകളുടെ എണ്ണം അത് തന്നെ. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് പറയാം അത് 2 ആണ്. ആ രണ്ട് കാർബണുകൾ ഏതൊക്കെയാ? ഇവനുമാണ് ആ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുകൾ. ഓക്കെ ആണോ? സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ 2ൽ തന്നെ 2 എന്ന് പറയുന്ന ആൻസർ ഉണ്ട്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കീൻസ് ഓൺ ഹൈഡ്രേഷൻ ഗീവ് എ ടെറിഷ്യറി ആൽക്കഹോൾ? താഴെ കുറച്ച് ആൽക്കീനുകളെ തന്നിട്ടുണ്ട്. ഹൈഡ്രേഷൻ എന്ന പ്രോസസ്സ് വഴി ടെറിഷ്യറി ആൽക്കഹോളിനെ തരുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആൽക്കീനുകൾ ആരൊക്കെയാണ്? 2-ബ്യൂട്ടീൻ തരുന്നുണ്ട്, ഐസോബ്യൂട്ടിലീൻ തരുന്നുണ്ട്, ഈഥീൻ തരുന്നുണ്ട്, 1-ബ്യൂട്ടിലീൻ തരുന്നുണ്ട് ഇല്ലേ? ഓക്കെ, നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. ഇതിൽ 2-ബ്യൂട്ടീൻ്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? 2-ബ്യൂട്ടീൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH3. 2-ബ്യൂട്ടീൻ ആയില്ലേ? ഐസോബ്യൂട്ടിലീൻ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? CH3 ഡബിൾ ബോണ്ട് CH2. ഐസോബ്യൂട്ടിലീൻ ആയില്ലേ? ഈഥീൻ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഈഥീൻ നമ്മൾ വരയ്ക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, 1-ബ്യൂട്ടിലീൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഓക്കെ, നമ്മൾ ഓരോരുത്തരെയും വരച്ചല്ലോ. ഓക്കെ, അപ്പോൾ 2-ബ്യൂട്ടീൻ ഉണ്ട്, ഐസോബ്യൂട്ടിലീൻ ഉണ്ട്, ഈഥീൻ ഉണ്ട്, 1-ബ്യൂട്ടിലീൻ ഉണ്ട്. 4 പേരെയും വരച്ചു. ഇതിൽ ടെറിഷ്യറി ആൽക്കഹോൾ തരണമെങ്കിൽ മക്കളെ നോക്കിക്കോ, ഐസോബ്യൂട്ടിലീൻ എന്ന് പറയുന്ന ആളിനെ എടുക്കാം. CH3C ഡബിൾ ബോണ്ട് CH2 CH3. ഇതാണ് നമ്മുടെ ഐസോബ്യൂട്ടിലീൻ. ഓക്കെ, ഈ ഐസോബ്യൂട്ടിലീനെ എടുത്തിട്ട് നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ നടത്തിയാൽ, ആസിഡിൻ്റെ പ്രസൻസിൽ ഇതിലേക്ക് വാട്ടറിനെ ആഡ് ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് OH വരും. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും, സിംഗിൾ ബോണ്ട് ആകും. 2 കാർബണിന് ഓരോ ഫ്രീ വാലൻസി കിട്ടത്തില്ലേ? ഇതിലോട്ട് ഹൈഡ്രജനും ഇതിലോട്ട് OHും വന്നിട്ട് നമുക്ക് ആരെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും? ഒരു ടെറിഷ്യറി ആൽക്കഹോളിനെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കൂട്ടത്തിൽ ടെറിഷ്യറി ആൽക്കഹോളിനെ പ്രോഡക്റ്റ് ആയിട്ട് തരുന്ന ആരാ? ഐസോബ്യൂട്ടിലീൻ അല്ലേ? ഐസോബ്യൂട്ടിലീൻ ഓപ്ഷൻ 2ൽ കാണാം. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രൊപ്പീൻ ഓൺ അഡിഷൻ വിത്ത് ഹൈഡ്രജൻ അയഡൈഡ് ഗീവ്സ്. പ്രൊപ്പീനിലോട്ട് ഹൈഡ്രജൻ അയഡൈഡിനെ ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നതെന്ന് മക്കളെ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതാണല്ലോ നമ്മുടെ പ്രൊപ്പീൻ. ഇതിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ഹൈഡ്രജൻ അയഡൈഡിനെ ആഡ് ചെയ്യുന്നു. ആരെ ആഡ് ചെയ്യുക? ഹൈഡ്രജൻ അയഡൈഡിനെ ആഡ് ചെയ്യുക. ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ ഹാലൈഡ്, ഹൈഡ്രോ ഹാലജനേഷൻ നടന്നാൽ അവിടെ ഓർക്കേണ്ട റൂൾ ഏതാ? മാർക്കോ നിക്കോ റൂൾ അല്ലേ? മാർക്കോ നിക്കോ റൂൾ പ്രകാരം അയഡിൻ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിലോട്ട് പോകും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? CH3 CH CH3. ഇങ്ങോട്ടേക്കായിരിക്കും അയഡിൻ വരുന്നത്. അതായത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും, സിംഗിൾ ബോണ്ട് ആകും. 2 കാർബണിന് ഓരോ വാലൻസി ഫ്രീ ആയിട്ട് കിട്ടും. ഇതിലോട്ട് കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് ഹാലജൻ കടന്നു വന്നിട്ട് നമുക്ക് 2 അയഡോ പ്രൊപ്പേനെ ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 2 അയഡോ പ്രൊപ്പേൻ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ 1ൽ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. 2 അയഡോ പ്രൊപ്പേനെ ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈമറി ആൽക്കഹോൾ ക്യാൻ ബി ഫോംഡ് ആസ് എ മേജർ പ്രോഡക്റ്റ് ബൈ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നതെന്ന് മക്കളെ? ഇവിടെ എല്ലാം ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആളുകളെ, ആൽക്കീനുകളെയാണ് നമ്മൾ തന്നിരിക്കുന്നത്. ആൽക്കീനിലോട്ട് വാട്ടറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഒട്ടുമിക്ക കേസുകളിലും മാർക്കോ നിക്കോ റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡിഷൻ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എപ്പോഴും എന്തായിരിക്കും കിട്ടുന്നത്? സെക്കൻഡറി ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാര്യം കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബൺ ആറ്റത്തിലോട്ടാണ് എന്ത് പോകുന്നത്? നമ്മുടെ OH ഗ്രൂപ്പ്
ഗ്രൂപ്പ് നെഗറ്റീവ് പാർട്ട് പോകുന്നത്. എന്നാൽ ഈ ഒന്നാമത്തെ റിയാക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റിയാക്ഷൻ്റെ ഫലമായിട്ട് ആൻറ്റി മാർക്കോനിക്കോ റൂള് പ്രകാരമുള്ള ആൻറ്റി മാർക്കോനിക്കോ റൂള് പ്രകാരമുള്ള അഡിഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാ നോക്കിക്കോ, CH3 സിംഗിൾ ബോണ്ട് CH2OH. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ അല്ലേ? അപ്പോൾ പ്രൈമറി ആൽക്കഹോളിനെ തരാൻ വേണ്ടി നമ്മൾ ഈ തന്നിരിക്കുന്ന റിയേജൻറ്റിനെ വേണം യൂസ് ചെയ്യാൻ. ഇയാൾ എന്ത് തരും? പ്രൈമറി ആൽക്കഹോൾ തരും. ബാക്കി എല്ലാ കേസിലും നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സെക്കൻഡറി ആൽക്കഹോളുകളെ അല്ലെങ്കിൽ ടെറിഷറി. ഈ തന്നിരിക്കുന്ന ആളുകളുടെ കേസിൽ ടെറിഷറി ആൽക്കഹോളുകൾ ഡബിൾ ബോണ്ട് ബ്രേക്കായി ഓരോ കാർബണും ബാലൻസ് കിട്ടുമ്പോൾ കുറവ് ഹൈഡ്രജൻ ഉള്ള കാർബണിലോട്ട് OH പോയിട്ട് നമുക്ക് എന്തായിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ടെറിഷറി ആൽക്കഹോളുകളെ ആയിരിക്കും ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ പ്രൈമറി ആൽക്കഹോളിനെ വേണമെങ്കിൽ നമ്മൾ ഓപ്ഷൻ 1 ചെയ്യണം. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ആൻറ്റി മാർക്കോനിക്കോ റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡിഷൻ നടക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?